രാഹുൽ മാക്കൂട്ടത്തിനെതിരെ നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ അല്പസമയത്തിനകം പ്രഖ്യാപിക്കും. അന്വേഷണ സംഘത്തിൽ സൈബർ വിദഗ്ധരുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ വഴിയുള്ള സന്ദേശങ്ങളും കോളുകളുടെ ആധികാരികതയും പരിശോധിക്കും. എന്നാൽ ഈ കേസിൽ പരാതിക്കാരി മുന്നോട്ട് വരുമോ? പരാതിക്കാരിയെ അങ്ങോട്ട് സമീപിക്കാനാകും അന്വേഷണ സംഘത്തിന്. പക്ഷേ അന്വേഷണവുമായി അവർ സഹകരിക്കുമോ? രാഹുൽ സ്വയം നവീകരിക്കട്ടെ എന്ന് ഇരകൾ പറയുമ്പോൾ പരാതിയില്ലാതെ നടക്കുമോ നവീകരണം? രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഗൃഹസന്ദർശന പരിപാടിയൊക്കെ DYFI ആരംഭിച്ചിട്ടുണ്ട്. അതുമായി DYFI രംഗത്തിറങ്ങിയിട്ടുണ്ട്. പക്ഷേ പരാതിക്കാരിയില്ലാത്ത ഒരാരോപണം മാത്രമായി തീരുമോ രാഹുൽ കേസ്? അതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ആദ്യ കോളർ ശ്രീ മുഹമ്മദ് മഞ്ചേരിയിൽ നിന്ന് ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, പരാതിക്കാരി ഇല്ലാത്ത ഒരു കേസായി മാത്രം ഇത് മാറിയാൽ അത് രാഹുൽ മാക്കൂട്ടത്തിന് രക്ഷപ്പെടാൻ ഒരവസരം ഒരുക്കുമോ? ഒരവസരം ഉണ്ടാവില്ല. നമസ്കാരം സാറേ. നമസ്കാരം. ഒരവസരം ഉണ്ടാവില്ല. അദ്ദേഹത്തിന് പരാതിക്കാരികൾ വരുമെന്നാണ് താങ്കൾ കരുതുന്നത് അല്ലേ? അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള എല്ലാ പദ്ധതികളും അല്ലാതെയുണ്ട്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. മഹി എന്നോടൊപ്പം ചേരുന്നു. മഹി, പരാതിക്കാർ തങ്ങൾ ഈ അവസരം സർക്കാർ നൽകുമ്പോൾ അത് പ്രയോജനപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കുമോ? അവര് ധൈര്യം കാണിക്കണം, അല്ലെങ്കിൽ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നു കാസർഗോഡ് നിന്ന്. സന്തോഷ്, ഈ പരാതി ഇരകൾ കൃത്യമായി വന്ന് ഇത് പോരാടാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് സന്തോഷം കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഇത് തേഞ്ഞു മാഞ്ഞു പോകും. എന്താണ് കാരണം? പലരും ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കൂടുതൽ ഒരു പിന്തുണ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുമ്പോൾ അവർ സഹകരിക്കില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയാലും നമ്മൾ ഇതുവരെ കണ്ട എല്ലാ ഇതേപോലത്തെ കേസുകളാണ്. അവസാനം ഈ ഇരകൾ തന്നെയാണ് പിന്മാറുന്നത്. ഹേമ കമ്മിറ്റിയിലൊക്കെ കണ്ട അതേ കാര്യം ഇവിടെ സംഭവിക്കുമെന്നാണ് ഭയക്കുന്നത് അല്ലേ? ഇവിടെ കാരണം നമുക്ക് ഒരുപാട് കേസുകൾ നമ്മൾ ഈ ന്യൂസ് 18 തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ്. ഏതായാലും നോക്കാം നമുക്ക് എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ എന്നോടൊപ്പം യൂട്യൂബിലും ആളുകൾ ചേർന്നിട്ട് നമുക്ക് ധാരാളം കോളർമാരും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോകേണ്ടി വരുന്നു. അപ്പോൾ ശിവദാസ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഓക്കെ, ശിവദാസ് തെലുങ്കിലോ കന്നഡയിലോ ആണ് ഹായ് എന്നോ എന്തോ എഴുതിയിട്ടുണ്ട്. ഓക്കെ ശിവദാസ്, നമസ്കാരം. മനു, സുഖമാണോ എന്ന് എന്നോട് ഷിജു ചോദിക്കുന്നു. സുഖം, പരമസുഖം. അപ്പോൾ യെസ്റ്റർഡേ സാഡ്ലി മിസ് ദിസ് ടോപ്പിക്, ഐ ഡിഡ്ന്റ് ഗെറ്റ് അപ്ഡേറ്റ്സ് ഫ്രം പൊതുവേദി. ഇന്നലെ ഇത് അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒപ്പം തന്നെ നമ്മുടെ ഷിജു എന്നോട് നമസ്കാരം പറയുന്നു. ഒപ്പം പ്രവീണയൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, കൈൻഡ്ലി നോട്ട് ദിസ് ടു പ്രവീണ ചേച്ചി ഓൾസോ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രവീണ വൻ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വിഷയമുയർന്നാൽ പുറത്താക്കൽ, ആളുകൾ മറന്നു തുടങ്ങിയാൽ തിരിച്ചെടുക്കൽ. രാഹുൽ കേസിലും നടക്കാൻ പോകുന്നത് ഇത് തന്നെയാണ് എന്ന് ആണ് കേരള ബജറ്റ് റിസോർട്ട് എന്നോട് പറയുന്നത്. ബാബു വന്നിരിക്കുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ബാബു, ഇത് ഒരു കേരള ബജറ്റ് റിസോർട്ട് പറയുന്ന വിഷയമുയർന്നാൽ പുറത്താക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആളുകൾ ഇത് മറന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കും. രാഹുൽ കേസിൽ നടക്കാൻ പോകുന്നത് ഇതാണെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ സംഭവിക്കുമോ ബാബു? ബാബു, ഹലോ. അതെ, ദുബായിക്ക് ഒരാൾ പോയിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന്. ദുബായിക്കുള്ള ആള് തിരിച്ചു വന്ന അയാളെ പിടിച്ച് ചോദ്യം ചെയ്താല്, അതുപോലെ തന്നെ എന്തോ വേറൊരു MP ഉണ്ടല്ലോ, അവർ രണ്ടുപേരും അവനെ പൊതിയുന്നത്. അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവുന്നേ ഉള്ളൂ. രാഹുൽ ആരെ എത്രയ്ക്ക് വലുതോ? അല്ല, പക്ഷെ ഇതിനൊരു പരാതിക്കാരി വരുമോ? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? പരാതിക്കാരി വന്നതല്ലേ, എന്തിനാ? പക്ഷെ അവർ പോലീസിന് മൊഴി കൊടുക്കാനും പരാതിയായി പറയാൻ തയ്യാറാകുന്നാണോ താങ്കൾ വിചാരിക്കുന്നത്? അവര് വരും. പരാതി പറഞ്ഞ പെൺകുട്ടികൾ വരും. അവർക്ക് ധൈര്യം സർക്കാർ കൊടുക്കുമ്പോ വരുമല്ലോ. ശ്രീ ബാബു, പത്തനംതിട്ടയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? പത്തനംതിട്ട ടൗണിൽ നിന്നാണ്? കോഴഞ്ചേരി നിന്നാണ്. ഓക്കെ, താങ്ക് യു ബാബു. അപ്പൊ ആൻസി എന്നോടൊപ്പം ചേർന്ന് ഇടുക്കിയിൽ നിന്നാണ്. ആൻസി, കേൾക്കാമോ? ഞാൻ ഈ സ്ത്രീകളുടെ ഒരു പ്രതികരണം എന്താണെന്ന് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ആൻസി വിളിച്ചത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്,
ഇപ്പൊ ഈ പരാതിക്കാർ പലരും പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ പരാതിക്കില്ല, പക്ഷെ നവീകരിക്കണം. കേൾക്കാം സാറേ, ഞാൻ പലപ്പോഴും വിളിക്കാറുണ്ട്, കിട്ടാറില്ല. കിട്ടാറില്ലേ സാറേ? സാറേ ആ ടി വിയിലേക്ക് ശ്രദ്ധിക്കരുത്, എന്നോട് സംസാരിക്കൂ ഫോണിൽ. ഹലോ ഹലോ, കിട്ടാറില്ല. ഇപ്പൊ കിട്ടിയതിൽ സന്തോഷമുണ്ട് സാറേ. രണ്ടുപേർക്കും സമ്മതമായിട്ട് ജീവിച്ചാൽ, സാറേ രണ്ടുപേർക്കും സമ്മതമായിട്ടാണെങ്കിൽ മിണ്ടോ പറയുകയോ ചെയ്താൽ, ഇത് കടുകും കസേരയൊന്നും അല്ലല്ലോ, കട്ടോണ്ട് പോയതല്ലോ. ഞാൻ ഒരു പാർട്ടിയിലും പെട്ട ആളല്ല. പക്ഷെ ഇത് രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ അത് തെറ്റുകാരല്ലേ? അപ്പൊ ഈ പെൺകുട്ടികൾ ഇങ്ങനെ തുടങ്ങിയാലോ? ഇവരും കുറച്ചൊക്കെ സൂക്ഷിക്കണ്ടേ? ലവൊക്കെ ലോകത്തിലുള്ളതാ. അപ്പം ശ്രീ ആൻസി പറയുന്നത് ഇത് രാഹുലിന്റെ മാത്രം തെറ്റല്ല, പെൺകുട്ടിയുടെയും കൂടി തെറ്റാണെന്നാണോ? തെറ്റുണ്ട്. പെൺകുട്ടികൾ വളരെ സൂക്ഷിക്കണം. എനിക്കും ഉണ്ട് പെൺപിള്ളേര് ഉണ്ട്. അല്ല, അപ്പൊ നമ്മളിപ്പോ സ്ത്രീകളൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ, പരിചയമുള്ളവർ പല. അപ്പൊ അവരങ്ങോട്ട് സംസാരിക്കും, ഇതുപോലെയൊക്കെ പ്രതികരിച്ചാൻ തുടങ്ങിയ ആളുകൾ എങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത് ശ്രീ ആൻസി? സാറേ, ഇത് എല്ലാ ഭാഗത്തിനും ഒരേ ഇത് ഇല്ല. പക്ഷെ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം വേണ്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാമല്ലോ, ശൈലി മാറുമ്പോൾ അറിയാമല്ലോ. അപ്പൊ ഈ പെൺകുട്ടികൾക്ക് മനസ്സില്ലാതെയൊക്കെ ഒരു റൂമിലേക്കൊക്കെ വിളിച്ചാൽ, ഒരു ചെറുപ്പക്കാരൻ വിളിച്ചാൽ പോവുക എന്ന് പറയുമ്പം അതിനൊരു വഴിയും സാഹചര്യവും ഒരുക്കി കൊടുക്കല്ലേ. തെറ്റുണ്ടെങ്കിൽ അത് തെറ്റിന് ശിക്ഷ വേണം, അതൊക്കെ. പക്ഷേ പെൺകുട്ടികൾ ഈ പറഞ്ഞതിനകത്ത് രണ്ടുപേരെയും പീഡിപ്പിച്ചതായിട്ട് പറയുന്നില്ല. ഇവർ നമ്മളങ്ങനെ അല്ലായിരുന്നല്ലോ എന്നൊക്കെ അതിനകത്ത് ചർച്ചകൾ നിങ്ങൾ കേട്ടു. അപ്പോൾ ആൻസി വിചാരിക്കുന്നത് ഇത് പരാതി ഉണ്ടാകില്ല എന്ന തരത്തിലാണ് അല്ലേ? ഇത് പരാതി കൊടുക്കാൻ പറ്റത്തില്ല. ഇവിടെ പലരും, ഞങ്ങളെല്ലാം ഇവിടെ ഈ നാട്ടിൽ ചർച്ച ചെയ്ത അടിമാലിയാണ്, ഇവിടെ ചർച്ച ചെയ്തൊരു കാര്യങ്ങളാണ്. അപ്പൊ അവിടുത്തെ സ്ത്രീകളൊക്കെ ആയിട്ട് ഇത് ചർച്ച ചെയ്തപ്പോൾ ശ്രീമതി ആൻസിക്ക് മറ്റു സ്ത്രീകളുടെയൊക്കെ ഒരു പ്രതികരണം കിട്ടിക്കാണുമല്ലോ. എല്ലാവരും അങ്ങ് പിന്നെ താങ്കൾ പറയുന്ന പോലെ തന്നെയാണോ ഇതിനെ കാണുന്നത്? ഞങ്ങൾ ഇടപെട്ടവരുമായിട്ട് ഒരാളും ഒഴികെ ബാക്കി എല്ലാവരും ഇതേ മറുപടിയാണ് കൊടുക്കുന്നത്. കാരണം പിന്നെ സാറേ ഒരു മിനിറ്റ്, വ്യക്തിപരമായ കാര്യങ്ങളിൽ വ്യക്തിഗത വേറെ ഇഷ്ടമുള്ളവരെ കെട്ടുന്നു, ജീവിക്കുന്നു, ഇവിടെ ലിവിങ് ടൂതറായിട്ട് ജീവിക്കുന്നു, അവരെല്ലാം കേസ് കൊടുക്കുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരാളെ അങ്ങനെ പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കി, നമ്മൾ അറിയുന്നവരല്ല, സൈഡ് പറയല്ല. എത്ര ദിവസമായി ഇത് കേൾക്കുന്നു? ഇവിടെ ഇഷ്ടം പോലെ നമ്മൾ കാണുന്ന വാർത്തകൾ, നിരന്തരം വാർത്തകൾ കാണുന്ന. വിളിക്കുന്നത് ഞാൻ അടിമാലിയാണേ. അടിമാലി എന്നാണ് വിളിക്കുന്നത് അല്ലേ? അപ്പൊ അതായത് സ്ത്രീകളൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തു. അപ്പൊ അവർക്കൊന്നും പിന്നെ ഇതില് സ്ത്രീകളും ഒരു പകുതി മുക്കാലും പേര് അറിയുന്നവരുണ്ട്. ഇത് സാറേ മറ്റേ ആ വോട്ട് വിഷയം വന്നു, ഒരുപാട് കള്ളവോട്ട്, അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി ഒത്തിരി പ്രശ്നങ്ങളുണ്ട് സാറേ. ഇതിനകത്തൊക്കെ അടിയൊഴുക്കുണ്ട്, അതിനുവേണ്ടി മാത്രമാണ്. പിന്നെ വേണ്ടി കാണും ലവ് ഉണ്ടായിരുന്നായിരിക്കും. അപ്പം മനസ്സില്ലാതെ പോകുമോ? ഒരു റൂമിലൊക്കെ ഒറ്റയ്ക്ക് പോകുമോ? നമുക്കും പെൺകുട്ടികളുള്ളതല്ലേ. ശരി, അപ്പൊ അതാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, ഞങ്ങളിവിടെ പലരും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ അതിലൊക്കെ തൊക്കെ ഈ ഒരു സങ്കടം കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു, ഒരു പ്രസ്ഥാനം, ഒരു പാർട്ടിയിൽ കഴിവുണ്ടായിരുന്നു, ഒരു മന്ത്രിയാകാൻ തന്നെ കഴിവുള്ള, കാരണം അവരുടെ ചർച്ച കേൾക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ശ്രീമതി ആൻസിക്ക് പെൺകുട്ടികളുണ്ട്, പക്ഷെ അപ്പൊ പറയുന്നത് നമ്മള് പെൺകുട്ടികളാണ് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. എന്റെ കുട്ടിയാണെ ഞാൻ ആദ്യം അവളെ ചോദ്യം ചെയ്യും, നിനക്ക് മനസ്സായിട്ടാണോ? നമ്മൾ തെറ്റിന് കൂട്ടി ഓക്കെ, ഏതായാലും വ്യക്തമാണ് അഭിപ്രായം. ഏതായാലും ദീർഘനാൾ ശ്രമിച്ചിട്ട് കിട്ടാതെ എന്ന് കിട്ടിയതിൽ പൊതുവേദിയിൽ ചേരാൻ കഴിഞ്ഞൊരു സന്തോഷം. ഈ ന്യൂസ് എയ്റ്റീൻ എല്ലാ വിഷയത്തിനും ഇങ്ങനെ ഒരു ചർച്ച വെക്കുന്നതിന് വളരെ സന്തോഷമാണ്. ഇന്ന് എനിക്ക് ഒത്തിരി നാൾ കൂടി കിട്ടിയതാ, നേരത്തെ മുന്നിൽ കിട്ടിയിട്ടുണ്ട് ഒരു കൊല്ലം മുമ്പ്. ഓക്കെ, അപ്പൊ സന്തോഷം. അപ്പോൾ നമുക്ക് വീണ്ടും ശ്രമിക്കാം, നമുക്ക് ഇനിയും സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ശ്രീകുമാർ എന്നോടൊപ്പം ചേരുന്ന ആലപ്പുഴയിൽ നിന്ന്. ശ്രീകുമാറെ, ഇതിപ്പോൾ സൈബർ അംഗങ്ങളൊക്കെ അടങ്ങിയ വിദഗ്ധരൊക്കെ അടങ്ങിയ ടീമാണ് വരാൻ പോകുന്നത്. ഇത് എന്തെങ്കിലും ഫലം കാണുമോ ശ്രീകുമാർ? അല്ല, ഫലം കാണണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാര്യം നമ്മളിപ്പോ പറഞ്ഞു കേൾക്കുന്നതും വന്നതുമായ 3, 4, 5 പേരല്ലാതെ എനിക്ക് കൂടുതൽ പറയാനുള്ളത് ഈ പാർട്ടിയുടെ അകത്ത് സംഭവിച്ചവരാണ്. നമ്മളിപ്പോ സോഷ്യൽ മീഡിയയും അല്ലാതെയും ഒളിഞ്ഞും തെളിഞ്ഞും കേൾക്കുന്ന ഒത്തിരി വാർത്തകൾ. ഒരു മുൻ എംപിയുടെ മകൾക്ക് പോലും അവളൊരു താഴ്ന്ന ജാതിക്കാരി ആയതുകൊണ്ട് അവളെ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അവളെ ഉപേക്ഷിച്ചു എന്നുള്ള വാർത്തകൾ പാർട്ടിയുടെ നേതൃത്വം AICC വരെ ഞാൻ പറയുന്നത് അല്ലല്ല, ഞാൻ പറയുന്നത് പരാതി വരിക എന്നുള്ളതല്ല. ഈ പരാതി പാർട്ടിയിലുള്ള പലർക്കും അറിയാമെന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാർട്ടി ഒരു വ്യക്തിയല്ല, പാർട്ടിയാണ് വളരേണ്ടത്. ഈ പാർട്ടിയുടെ നിലനിൽപ്പും സമൂഹം കാണുന്നതുമാണ്. എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇത്. ഈ വ്യക്തി ഇതുപോലെ തന്നെ എറണാകുളത്ത് KSUവിന്റെ 2 പ്രവർത്തകർ, ആ ജില്ലാ സെക്രട്ടറിയുടെ വോയിസാണ് പുറത്തു വന്നത്. 2 പ്രവർത്തകർ KSUവിലുണ്ടായിരുന്ന 2 വനിതാ പ്രവർത്തകർ അവരുടെ പാർട്ടി പ്രവർത്തനം.
ഇതെല്ലാം അവർക്ക് എല്ലാവർക്കും അറിയാവുന്നതും അവർ പറയുന്നതുമായ കാര്യങ്ങളല്ലേ. അപ്പൊ പരാതിക്കാർ പുറത്ത് വരും, അന്വേഷണം വരും, ഒരു അന്വേഷണം പുറത്ത് ഇതിനപ്പുറത്തേക്ക് പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇവർക്കെതിരെ വ്യക്തമായ ഈ പുള്ളിയെ ഒരു നിമിഷം പോലും ഇതിൽ വച്ചുകൊണ്ടിരിക്കാതെ നടപടി എടുത്ത് പാർട്ടിയുടെ മുന്നിൽ രക്ഷിക്കുകയാണ് വേണ്ടത്. പരസ്പരം ഈ പറയുന്ന രീതിയിൽ വരുവോ ഇല്ലയോ കുറെ പലതും തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതല്ല. ആ പാർട്ടിയിലുള്ള എല്ലാവർക്കും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. കുറെ പേര് കാത്തു നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് അധികം സമയമില്ലാത്ത. കൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നു മലപ്പുറത്ത് നിന്ന്. ശ്രീ കൃഷ്ണൻ മലപ്പുറത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? കൃഷ്ണൻ കേൾക്കാമോ? കേൾക്കുന്നില്ല, എന്താ ഫോണിൽ പ്രശ്നമുണ്ടെന്നാണ്. പ്രദീപ് നമ്മുടെ ഇടുക്കിയിൽ നിന്ന് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഓക്കെ, ഞാൻ പ്രദീപിലേക്കും കൃഷ്ണനിലേക്കും വരാം. അപ്പോൾ എനിക്ക് നിറയെ പേർ യൂട്യൂബിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കക്കറാട്ട് എന്നോട് ഹായ് ബ്രോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രമോദ് എന്നോട് പറയുന്നത് പരാതിക്കാരി വേണ്ട, ഗർഭിണിയെ കൊന്നുകളയുമെന്നാണ് MLA പറയുന്നത്. ഇരട്ടക്കൊലപാതകം ചെയ്യുമെന്ന് ഇനി ചെയ്യുമോ? അത് അന്വേഷിക്കണം. അപ്പോൾ അത് നമുക്ക് അന്വേഷിക്കേണ്ടത് അല്ലേ, ഒരു പരാതി പൂർവ്വ സാഹചര്യത്തിൽ അന്വേഷിക്കണം. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അത് ഈ പരാതിക്കാരില്ല എന്നുള്ളതുകൊണ്ട് ഈ അന്വേഷണം ഒരു പ്രതിസന്ധിയിലാകുമോ എന്നതാണ് പ്രമോദ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ പ്രമോദ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഷിജു കിരിയത്ത് നമ്മുടെ ആൻസിക്ക് പിന്തുണയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 5-6 തംസപ്പൊക്കെ ആൻസിക്ക്, 5-6 ഒരു 5-10 തംസപ്പുകളൊക്കെ ആൻസിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസിയുടെ പ്രതികരണത്തോട് യോജിക്കുന്നവർ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ബിലേറ്റഡ് ഗണേഷ് ചതുർത്ഥി വിഷസ് ഫോർ യു മഞ്ജുഷ് ഗോപാൽ, കിരൺ, അപർണ കുറുപ്പ്, MG രേണുക ആൻഡ് പ്രവീണ ചേച്ചി. ഓക്കെ, എല്ലാവർക്കും ബിലേറ്റഡ് ഗണേഷ് ചതുർത്ഥി വിഷസ് ഷിജു കിരിയത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാവരെയും അറിയിക്കാം. ഓക്കെ, അപ്പോൾ സുരേഷ് നായർ പറയുന്നു ഇരകൾ പരാതി നൽകണം, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കോലാഹലങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയുന്നു. സുനിൽകുമാർ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്, നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ 2-3 കോളർമാർ നമുക്കൊപ്പം ഉണ്ട്. ഇലിയാസ് എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇലിയാസുമായി വിളിച്ചിട്ട് ഫോൺ കട്ടായിപ്പോയി. ഇലിയാസ് അപ്പോൾ ഈ എന്തോ ഫോണിന് കുഴപ്പമുണ്ട്. അപ്പോൾ ഇലിയാസിൻ്റെ ഫോൺ ശ്രദ്ധിക്കണം. ഓക്കെ, അജയ് കുമാറും ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചേരും. നമസ്തേ അജയ് കുമാർ. നമുക്കിന്ന് അധികം സമയമില്ല, എങ്കിലും ഈ പരാതിക്കാരികൾ ഇല്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുമോ? പരാതിക്കാരികൾ വരുമോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, പരാതിക്കാരികളില്ലാതെ സർക്കാർ മുമ്പോട്ട് പോകാമല്ലോ. കാരണം ഇതിനോടകം തന്നെ കുറെ ശബ്ദരേഖകളൊക്കെ വെളി വന്നിട്ടുണ്ടല്ലോ. ചിലരൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പരാതി തൽക്കാലം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയവരും ഒക്കെ ഉണ്ടല്ലോ. അവർ പറഞ്ഞിരിക്കുന്ന ഒരു പരാതി സാധാരണ ഒരു വ്യക്തിയെ പറ്റിയല്ല, ഒരു MLA പറ്റിയാണ്. അപ്പൊ സോമോട്ടോ കേസെടുക്കാൻ ഉള്ള വകുപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സുമോട്ടോ കേസെടുക്കാം, പക്ഷേ അവർ സഹകരിച്ചില്ലെങ്കിൽ ഇത് പ്രതിസന്ധിയാവുമോ? ഇല്ല, സഹകരിച്ചില്ലെങ്കിൽ അവരുടെ പേര് കൗണ്ടർ കേസ് എടുക്കണം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അധികം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് അജയ് കുമാർ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. ഭാസ്കരൻ മലപ്പുറത്ത് നിന്നാണ്. ശ്രീ ഭാസ്കരന് ടെലിഫോണിൽ എന്തോ പ്രശ്നം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ രാജൻ കൊല്ലത്ത് നിന്ന്. ശ്രീ രാജൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളെ നമുക്ക് ഇന്ന് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. ശ്രീ രാജൻ. ഹലോ, ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ മുകേഷ് മാത്രമേ തെറ്റിയിട്ടുള്ളൂ കോൺഗ്രസ്സുകാർ പറയുന്നത്. ഇന്നും കോൺഗ്രസ്സുകാർ ഇവിടെ ജാഥ നടത്തി മുകേഷ് രാജിവെക്കണം എന്ന്. മുകേഷ് ഫോണിൽ കൂടെ ഒരു പെണ്ണിനോട് ഏതാണ്ട് തോന്നിയാസം പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ ബാക്കിയുള്ളതിനൊന്നും തെളിവൊന്നുമില്ല. പക്ഷെ ഇവരുടെ ചരിത്രം എടുത്തു നോക്കിയാൽ സൂര്യനെല്ലി കുര്യൻ, PJ കുര്യൻ, കോടതി വെറുതെ വിട്ട കേസുകളല്ലേ, ഇനിയിപ്പോ നമ്മൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഒരു മിനിറ്റ് പറയുന്നത് PK കുഞ്ഞാലിക്കുട്ടി, M വിൻസെന്റ്, പിന്നെ എൽദോസ് കുന്നപ്പള്ളി, KC വേണുഗോപാല്, KP മോഹനൻ, ഇവരെല്ലാം ഇതിനകത്തുള്ളവരാ. എന്തിനേറെ കഴിഞ്ഞ ദിവസം കിരൺ ആരണ്ടോടോ ചൂടാന്ന് കണ്ടു, താങ്കൾ കണ്ടോന്നൊക്കെ. 20 വർഷം മുമ്പ് ഞാനത് കൺഫേം ചെയ്തു. 20 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി പിന്നെ ശ്രീലങ്കൻ സുന്ദരിയുമായിട്ട് ഇവിടെ വന്ന കോട്ടയം കുമരകത്ത് ഒരാഴ്ച റൂമെടുത്ത് താമസിച്ചു. ഇവരുടെ ഗ്രൂപ്പ് ഒരാളാരെയും കൂടെ റൂമെടുത്ത് താമസിച്ചതിലേക്ക് നമ്മൾ എന്ത് പറയാനാണെന്ന്. ഈ അങ്ങ് ഈ റൂമെടുത്ത് താമസിച്ച് എല്ലാ തവണയും പൊതുവേദിയിൽ വിളിക്കും ഉന്നയിക്കുന്നുണ്ടല്ലോ. രാഹുൽ ഗാന്ധി അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളോടൊപ്പം താമസിച്ചു എന്ന് പറഞ്ഞത് അതിൽ പരാതി ഉണ്ടോ? രാഹുൽ ഗാന്ധിക്ക് പരാതിയില്ല, താമസിച്ച ആൾക്ക് പരാതിയില്ല, ഹോട്ടൽ ഉടമയ്ക്ക് പരാതിയില്ല, കുമരകത്തെ ആളുകൾക്ക് പരാതിയില്ല. കൊല്ലത്തിരിക്കുന്ന അങ്ങ് ഇത് ഇങ്ങനെ പരാതി എല്ലാ ദിവസവും ഉന്നയിച്ചാൽ എന്ത് ചെയ്യാൻ? ഞാൻ ശരി, സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്കിത് പിന്നൊരു ദിവസം ചർച്ച ചെയ്യാം. അപ്പൊ രാധാകൃഷ്ണൻ നീലഗിരിയിൽ നിന്നാണ്. നീലഗിരിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ. നമ്മൾ പറയുമ്പോ സാർ ഞാനത് സ്ഥിരം കാണുന്നൊരു പരിപാടിയാണ്. അപ്പൊ ശ്രീ രാധാകൃഷ്ണൻ നീലഗിരിയിൽ അവിടെ ജോലിക്ക് പോയതാണോ അതോ അവിടെ പാട്ടവിൽ എന്ന് പറയും. പന്തല്ലൂർ താലൂക്ക് കൂടല്ലൂര് ഇത് വരും. MLA സീറ്റ് കൂടല്ലൂരാണ്. പന്തല്ലൂർ താലൂക്ക് നൂൽപ്പുഴ പാട്ടവിൽ എന്ന് പറയും. പന്തല്ലൂരിലാണ്. നീലഗിരി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് തമിഴ്നാട്ടിലെ നീലഗിരിയാണ്. 16 കിലോമീറ്റർ ബോർഡർ, സുൽത്താൻ ബത്തേരി ടു പാട്ടവിൽ ബോർഡർ.
ഓ ഓ അത് ശരി. പാട്ടത്തിൽ രാധാകൃഷ്ണ പണിക്കര്. ശ്രീ രാധാകൃഷ്ണ പണിക്കർ എന്താണ് ജോലി, ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നത്? ഞാൻ കൃഷിപ്പണി കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. കർഷകനാണ്. യെസ്. അപ്പൊ നമ്മള് കുറച്ച് രാധാകൃഷ്ണ പണിക്കർ, അപ്പൊ നീലഗിരിയിലെ ആളുകളൊക്കെ ഈ വിഷയങ്ങളൊക്കെ ചർച്ച ഇവിടെ ചെയ്യുന്നുണ്ടോ? ആനശല്യവും കാര്യങ്ങളും. ഇവിടെ ഭരണമൊന്നും കുഴപ്പമൊന്നുമില്ല. ഭരണമൊക്കെ നല്ല ഭരണമാണ്. നല്ല ഇപ്പൊ കുഴപ്പമില്ലാത്ത ഭരണങ്ങളാണ്. അപ്പൊ ഈ പരാതികളും സ്ത്രീകളുടെ ഈ പ്രശ്നങ്ങളും ഒക്കെ അവിടെ പൊങ്ങി വരുമ്പോൾ ഒരു MLA-ക്കെതിരെയാണ് വരുന്നത്. ഒന്നും വേണ്ട, ഉമ്മൻചാണ്ടിനെ കുരിശി കയറ്റി ഒന്ന് പറഞ്ഞേക്ക്. ഉമ്മൻചാണ്ടിനെ കുരിശി കയറ്റി വല്ല തെളിഞ്ഞോ? ഇത്രയും കാലം പെണ്ണ് കേസുകൾ വല്ലതും തെളിഞ്ഞിട്ട് ശിക്ഷിച്ച ആരെങ്കിലും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? അതൊന്നും എനിക്കൊരു മനസ്സിലൊരു ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള ഇതിൽ ഞാൻ ചോദിക്കാം, ആരെങ്കിലും ശിക്ഷിച്ചവരുണ്ടോ? അപ്പൊ ഇത് അതുപോലെ ഇതും അങ്ങനെ മല പോലെ വന്നത് എലി പോലെ പോകും എന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞാലി സാഹിബിനെ കൊണ്ട് കുറെ ക്രൂശിച്ചു. ഇതൊക്കെ എന്താ ഈ മനുഷ്യന്റെ മുമ്പിൽ എന്താ ഈ കാട്ടുന്ന? വെറുതെ കുറെ ക്രൂശിക്കുക, ആർക്ക് തോന്നിയത് എന്തും വിളിച്ചു പറയാന്നുള്ളതാണ്. വ്യക്തമായ തെളിവ് വേണം കോടതി പറയാം. ആരും കേസ് കൊടുത്തില്ല. ഞാനിപ്പോ ഒരു വ്യക്തിനോട് പറയുന്നില്ല, അവര് തെറ്റുണ്ടാകും, തെറ്റില്ലാത്തവരാരുമില്ല. ഞാനാരും തെറ്റ് ചെയ്യും. അപ്പൊ അങ്ങ് പറയുന്നത് ഇപ്പൊ സ്ത്രീകൾക്കെതിരെ ധാരാളം ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, ഇപ്പൊ പലരും കേസുമായിട്ട് ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രീയക്കാർ പോയിട്ടില്ലെന്നാണ് അങ്ങ് പറയുന്നത് അല്ലേ? TV തുറക്കുമ്പോൾ തന്നെ അറിയുന്ന ഇതാണ് പറയുന്നത്. രാവിലെ തന്നെ കാണാൻ നല്ല നല്ല കാര്യങ്ങൾ, ലോകത്തുള്ള കാര്യങ്ങൾ പറയാൻ. നമുക്ക് പീഡനം ഈ രാഷ്ട്രീയക്കാരുടെ നേരെ മാത്രമേ ഉള്ളൂ പീഡനം. അല്ല, പീഡനം എല്ലാവരും ചെയ്യുന്നു. ശ്രീ രാധാകൃഷ്ണ പണിക്കർ, പീഡനം പല മേഖലയിൽ ജോലി ചെയ്യുന്നവർ ചെയ്യുന്നുണ്ട്. അതിൽ പലരും ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ചിലത് അതിക്രൂരമായ കാര്യങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ എഴുതുപോലെ. മറ്റേ സ്റ്റേറ്റ് നോർത്ത് ഇന്ത്യ സ്റ്റേറ്റിലൊക്കെ പോയി നോക്കൂ, ഒരു മനുഷ്യൻ പോലും അറിയുന്നില്ല. നമ്മുടെ മാധ്യമമാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ചെറിയൊരു തെറ്റുകൾ ഉണ്ടവരെയും വിളിച്ചു പറയും നമ്മുടെ മാധ്യമം. നോർത്ത് ഇന്ത്യയിൽ പീഡനം വന്നതല്ലേ നമ്മുടെ ബ്രിജ് ഭൂഷന്റെ കേസും അതുമെല്ലാം നമ്മൾ ഇവിടുന്ന് കണ്ടതല്ലേ? അല്ല സാർ, ഇത് ചെവി അറിയുന്നില്ല നമ്മുടെ നാട്ടിൽ. നമ്മുടെ മാധ്യമം അങ്ങ് ആഗ്രഹിക്കുന്നത് ഇരുചെറിയാവേ അറിയാത്ത പീഡനമാണോ? ഇല്ല, അറിയാത്ത പീഡനം അങ്ങനെ അറിയാത്ത ഇതൊക്കെ ആളുകൾ അറിഞ്ഞാൽ ഇത് പരാതി ഉണ്ടെങ്കിൽ പുറത്തു വരും, അത് സമൂഹം ചർച്ച ചെയ്യും. അല്ല, ഞാൻ ചോദിക്കുന്നത് അങ്ങേക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? ഇത് ഇങ്ങനെ ആരും പരാതിപ്പെടരുത് എന്നാണോ അങ്ങ് പറയുന്നത്? അങ്ങ് പറയുന്നത് ഈ പരാതികളിൽ ഇതൊന്ന് അങ്ങോട്ട് കേൾക്കൂ പണിക്കർ. ശ്രീ പണിക്കർ, അങ്ങോട്ട് കേൾക്കൂ. അങ്ങ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. കുറച്ച് അങ്ങോട്ടും കേൾക്കൂ. ഞാൻ ചോദിക്കുന്നത് അങ്ങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആളുകൾ പരാതിപ്പെടരുത് എന്നാണോ? ഈ വന്ന പരാതി എന്റെ പണിക്കർ ഇത് കേൾക്കുന്നേ. ഇതൊരു സംവാദത്തിൽ അങ്ങ് പഠിച്ചു വെച്ച കാര്യം ഇങ്ങനെ പറയുന്ന പോലെ ഇതൊരു സംവാദമല്ലേ? ഞാൻ കേട്ട് സംസാരിക്കില്ല. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അങ്ങ് ഇത് പറയുന്നത് ഇതിൽ പരാതി ഇല്ലെന്നാണോ അതോ പരാതിക്കാരുടെ പരാതിയിൽ കഴമ്പില്ല എന്നാണോ? അല്ല, ഇതുവരെ ആരും സാർ പരാതി കൊടുത്തിട്ടില്ല. പരാതി അത് ശരിയാ. 1 പോയിന്റ് ആരും പരാതി ഇന്നുവരെ കൊടുത്തായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ പിന്നെ അത് ഇനി പരാതി അവർ പുറത്തേക്ക് ഇനി പറയാൻ സാധ്യത ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അപ്പൊ പരാതി ഇല്ലാതെ നമ്മളെങ്ങനെ കോടതി എടുത്തിട്ടില്ലല്ലോ. പിന്നെ ആ ഒരു വ്യക്തി അങ്ങനെ രാജിവെച്ചിട്ട് ഒറ്റപ്പെടുത്തണമെന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ജനങ്ങൾ തെരഞ്ഞെടുത്തൊരു പ്രതിനിധിയാണ്. ശരി, അത് മനസ്സിലായി എനിക്ക്. അത് അങ്ങയുടെ നിലപാട് കൃത്യമായി. ഓക്കെ, കറക്റ്റാണ്. അങ്ങ് പറഞ്ഞത് വ്യക്തമായി. ഗൗതം കാസർഗോഡ് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ഗൗതം, വളരെ ചുരുങ്ങിയ സമയം നമുക്കുള്ളൂ. അപ്പോൾ ഗൗതം നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പരാതിക്കാരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിയുമോ ഗൗതം? തീർച്ചയായും കഴിയും. അത്രയും വലിയ ശബ്ദ സന്ദേശമല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ ശബ്ദ സന്ദേശം നോക്കിയാൽ പരാതിക്കാരിയിലേക്ക് എത്താം. പരാതിക്കാരി അപ്പോൾ സർക്കാരിനെ വിശ്വാസത്തിലെടുത്ത് രംഗത്ത് വരും എന്നാണ് ഗൗതം വിശ്വസിക്കുന്നത് അല്ലേ? തീർച്ചയായും. ബലാത്സംഗം ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ബലാത്സംഗം അത്രയും വലിയ കേസല്ലേ വന്നിട്ടുള്ളത്. ഇതൊക്കെ ബലാത്സംഗമല്ല ഇത് ഓക്കെ, അത് ഞാൻ കേസിലേക്ക് പോകുന്നില്ല. ഓക്കെ, നമുക്ക് സമയമില്ല. ജോസഫ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് ജോസഫ് കുറേ ദിവസമായി ജോസഫ് വിളിച്ചിട്ട്. അപ്പോൾ ശ്രീ ജോസഫ്, ഈ ബാംഗ്ലൂരിലെ മലയാളികളൊക്കെ ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ ജോസഫ്? ഈ MLA ഇങ്ങനെ പെട്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഗുഡ് ഈവനിങ്. ഒരുപാട് കാലമായി മനോജനോട് സംസാരിച്ചു. അതെ 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 അതെ. ഇതിൽ ഞാൻ ഇതൊന്നും അല്ലേ ഭാഗത്ത്, ഞാൻ വരുന്ന വേറൊരു ഭാഗത്തേക്കാണ്. നമ്മുടെ ഈ അന്വേഷണ ഏജൻസികളും മെയിൻലി പോലീസിന്റെ വിവിധ വിഭാഗങ്ങളും നമ്മുടെ കോടതികളെയൊക്കെ കളിയാക്കുന്നതിന് തുല്യമല്ലേ നമ്മൾ ഈ ചർച്ചകൾ നടത്തി ഇവരെ കോൺഗ്രസ് പാർട്ടി സസ്പെൻഡ് ചെയ്തു. അതുപോരാ, MLA സ്ഥാനത്ത് നിന്ന് പുള്ളി പറഞ്ഞു വിടണം. അത് പോരാ, അയാളെ തൂക്കിക്കൊല്ലണം. അയാളെ ഇങ്ങനെ ഇപ്പം ഷാഫി പറമ്പലിനെതിരായിട്ട് DFIക്കാരൻ ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ എന്ത് കുറ്റം ചെയ്തു? ഇനി ഷാഫിനെ കഴിയുമ്പോഴത്തേക്ക് അവര് പ്രതിപക്ഷ നേതാവിന്റെ നേരെ വരും. പ്രതിപക്ഷ നേതാവിന്റെ കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ ഒരു വിദ്വാൻ പറയുന്നത് കേട്ടു, രാഹുൽ ഗാന്ധി ശ്രീലങ്കൻ യുവതിയായിട്ട് റിസോർട്ടിൽ താമസിച്ചത്. ഇതിനൊക്കെ ഒരു എൻഡ് വേണ്ടേ? നമ്മള് കാര്യങ്ങളിലേക്ക് ഇപ്പൊ ഇതിന്റെ ചില ശബ്ദ സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നു.
അതിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും പോലീസ് പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ചില നടപടികൾക്ക് ഇവിടുത്തെ ഞാൻ കോടതികളെ പറയുന്നത്, നമുക്ക് അവസാന ആശ്രയം കോടതിയല്ലേ. ഇന്ദിരാഗാന്ധി ചോദിക്കട്ടെ, ഇപ്പൊ ഒരു 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 പരാതി വന്നാൽ അന്വേഷിക്കണം, അത് സത്യം തന്നെ. പക്ഷേ അങ്ങനെ ഒരു പരാതിക്കാരി പുറത്തു വന്നാൽ അവർ നേരിടേണ്ടി വരുന്ന വലിയ പ്രതിസന്ധി നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അത് അവർക്ക് സൈബർ അറ്റാക്ക് ഉണ്ടാകും. ഇപ്പം തന്നെ ഇത് ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ ഒരു എഴുത്തുകാരിക്കെതിരെ ഉണ്ടായ സൈബർ അറ്റാക്ക് കാരണം അവരിപ്പോൾ പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്കെതിരെയുള്ള സൈബർ അറ്റാക്കുകൾ ഇതെല്ലാം തകർക്കാൻ അല്ലെങ്കിൽ അവരെല്ലാം മോശമായി ചിത്രീകരിക്കാൻ സമൂഹം, അപ്പോൾ അവർ ഭയക്കുമോ, അതോ അവർ ഈ സധൈര്യം വന്ന് ഇതിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നാട് അവർക്കൊപ്പം നിൽക്കുമോ? ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, ഉണ്ടോ ഇല്ലയോ. അല്ല, ഇവിടെ ഈ കേസില് കോൺഗ്രസിനെതിരായിട്ടുള്ള എല്ലാ പാർട്ടികളും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും. അത് പ്രത്യക്ഷമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അവർ ഭയപ്പെടേണ്ട ഒരാവശ്യമില്ലല്ലോ. എന്ത് സഹായം വേണേലും ചെയ്യാം, അവർ സംരക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് നേതാക്കന്മാർ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് ഭയത്തിന്റെ പ്രശ്നം എവിടെയാ വരുന്നത്? ശരി, ഓക്കെ. ഏതായാലും കുറേ നാളുകൾക്ക് ശേഷം ശ്രീ ജോസഫിനെ ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞു. അവിടെ ബാംഗ്ലൂരിലൊക്കെ ഓണാഘോഷമൊക്കെ ഉണ്ടോ ശ്രീ ജോസഫ്? തീർച്ചയായിട്ടും ഓണം നമ്മുടെയൊക്കെ രക്തത്തിലുള്ളതല്ലേ. അതെങ്ങനെ ആഘോഷിക്കാൻ പറ്റുക? ആഘോഷ പരിപാടികളൊക്കെ അത് വൈകാതെ തുടങ്ങും അല്ലേ? തുടങ്ങും. തീർച്ചയായിട്ടും മനുവിന് ഞാൻ കുടുംബത്തിനും ഓണാഘോഷവും ആശംസകൾ നേരുന്നു. മനുവിന്റെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഒന്നുകൂടി ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ വരുന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഫുൾ ചെക്കപ്പ്. എനിക്കിങ്ങനെ ആളുകൾ എന്നെ അന്വേഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വളരെയധികം സ്പർശം, അതിൻ്റെ ഒരു ഫീലിംഗ് ഉള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം ശ്രീ ജോസഫ് ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇതൊക്കെ അന്വേഷിക്കുന്നതിൽ സന്തോഷം. പിന്നെ അവിടെയുള്ള ശ്രീ ജോസഫിൻ്റെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അവരോടൊക്കെ പൊതുവേദിയുടെ അന്വേഷണമൊക്കെ അറിയിക്കണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മളോടൊപ്പം ശ്രീനിവാസ് കൂടി ചേരുന്നുണ്ട്, തിരുവനന്തപുരത്ത്. ശ്രീനിവാസ്, ഹലോ. ഇതൊക്കെ ഒരു ഇരട്ടത്താപ്പല്ലേ? ഇരട്ടത്താപ്പാണ്. ഏതാണ് ഇരട്ടത്താപ്പ്? അന്വേഷണം വെച്ചതാണോ, പീഡനം പരാതി ഉന്നയിച്ചതാണോ, അതോ പീഡനം നിഷേധിച്ചതാണോ, പ്രതിരോധിക്കാൻ ശ്രമിച്ചതാണോ? ഒരു പരാതിയും കൊടുത്തിട്ടില്ല ആരും. ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിലോ പരാതിയില്ല, പോലീസ് സ്റ്റേഷനിൽ പരാതിയില്ല. ആകെ വന്നത് ചില സ്ത്രീകൾ വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അപ്പൊ അത് അന്വേഷിക്കേണ്ടതെന്നാണ് അങ്ങ് പറയുന്നത്. അതെ, ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഈ ക്ഷേമ കമ്മിറ്റിയിൽ പരാതി പറഞ്ഞിട്ടുള്ള ആൾക്കാരും FIR ഇട്ടുള്ള കേസുകളൊക്കെ അതുണ്ട്, അത് എവിടെ പോയി? അതെല്ലാം 10-30 കേസുകളെല്ലാം കാറ്റിൽ പോയി. അപ്പൊ അതുപോലെ ഉള്ള സാഹചര്യം ഉണ്ടാകും എന്നാണ് അങ്ങ് ഓർമ്മിപ്പിക്കുന്നത് അല്ലേ? അതുപോലെ ഇതും പോവും. വ്യക്തമാണ്. ഇപ്പൊ പ്രവീൺ ഒരു ചെറിയ ഇടവേള ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഞാനേ ഇടവേള 2-3 പ്രാവശ്യം എഴുതി കാണിക്കുന്നു. അപ്പൊ ചെറിയൊരു ഇടവേള എനിക്ക് അനിവാര്യമാണ്. പക്ഷെ എങ്ങോട്ട് പോകരുത്, ഞാൻ പോയി വന്നു. യെസ്, അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷക വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്, സീന. ശ്രീമതി സീന, കേൾക്കാമോ? അപ്പോൾ എന്താണ് ഈ ഇപ്പോൾ വയനാട്ടിൽ ധാരാളം കോൺഗ്രസ്സുകാരുണ്ടെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ സീന UDF പിന്തുണയുള്ള ആളാണോ? അങ്ങനെയല്ല സാർ, രാഷ്ട്രീയമല്ല, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതികരിക്കണമല്ലോ. പ്രതികരിക്കണം. അപ്പോൾ എന്താണ് സീനയുടെ പ്രതികരണം? രാഹുൽ എന്തായാലും രാജിവെച്ച് പുറത്തു പോയിട്ട് പിന്നെ അത് നേരിടുക എന്നുള്ളതാണ് ഒരു സ്ത്രീ എന്ന നിലയില്. പിന്നെ അതായത് തെറ്റുകാരനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തെറ്റില്ല എന്ന് തെളിയിച്ച് തിരിച്ചു വരാൻ അതുവരെ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കണം അല്ലേ? അതെ. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, ഈ ആരോപണമായിട്ട് വന്ന പെൺകുട്ടികൾ ആരായാലും അവര് ധൈര്യമായിട്ട് കേസിന് പുറകെ പോകുക എന്നുള്ളതാണ്. അതെ, ആ ധൈര്യം അവർക്ക് സ്ത്രീകളുടെ പിന്തുണയുണ്ട്. അപ്പൊ അവര് പോവാണ് എന്നാണ് സീന പറയുന്നത് അല്ലേ? ശ്രീമതി സീന ഹൗസ് വൈഫ് ആണോ, അതോ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ഏതെങ്കിലും മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണോ? ഞാൻ ലാബ് ടെക്നീഷ്യൻ ആയിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഇതില്ല, വീട്ടിൽ ഇരിക്കുന്നു അല്ലേ? ഇപ്പൊ പോകുന്നില്ല. അപ്പൊ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് പിന്നെ ഇത്രയും ഒരു മികച്ച സാങ്കേതിക വിദ്യ കയ്യിലുണ്ടായിട്ട് എന്താ വേണ്ടെന്ന് വെച്ചത്? എന്താ അത് മക്കളൊക്കെ ആയതിനു ശേഷം മക്കളൊക്കെയുള്ള സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നില്ലേ? ലാബ് ടെക്നീഷ്യൻ ഇങ്ങനെ വീട്ടിലിരുന്നാൽ ഭർത്താവ് ഒന്നും പറയുന്നില്ല, ഇങ്ങനെ ലാബ് ടെക്നീഷ്യൻ ഒക്കെ പഠിച്ചിട്ട് വെറുതെ ഇരിക്കുന്നു വീട്ടിൽ? വെറുതെ അല്ല, വീട്ടിൽ സ്ത്രീകൾക്ക് ധാരാളം ജോലി ഉണ്ടാവും എനിക്കറിയാം. അപ്പൊ മക്കളെ നോക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പൊ അവരൊന്ന് ഇത്തിരി വലുതാവട്ടെ എന്ന് വിചാരിച്ചിരിക്കാം. അപ്പൊ കുഞ്ഞു മക്കളാണോ? കുഞ്ഞു മക്കള്, മൂത്ത കുട്ടി 4ാം ക്ലാസ്സിൽ പഠിക്കുക,
ചെറുത് 2ാം ക്ലാസ്സില്. ഓ, ചെറിയ കുട്ടി 2ാം ക്ലാസ്സിന്. അപ്പോൾ കുറച്ചും കൂടെ അവരൊന്ന് വലുതായി കഴിഞ്ഞാൽ ഇത് പോവാം. പക്ഷെ നമ്മളൊരു കാര്യം പഠിച്ചാൽ, ഒരു ശാസ്ത്ര മേഖല പഠിച്ചാൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക. കാരണം മാത്രമല്ല, ഈ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന അതൊരു ഒരുപാട് പേർക്ക് സഹായം എന്ന് വെച്ചാൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ കഴിയുന്ന ഒരു തൊഴിലാണ് അല്ലേ? പല ആളുകൾക്കും നേരത്തെ കുട്ടിയൊക്കെ ഇത് അറിയുമ്പോൾ അവരുടെ അസുഖങ്ങളൊക്കെ അറിയുക എന്നുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയുന്ന ആളുകൾ മാറി നിൽക്കുന്നത് ശരിയല്ല എന്നാണ്. ഏതായാലും സീനയുടെ അഭിപ്രായം സ്ത്രീകൾ രംഗത്ത് വരണം എന്നാണ്. അത് ഏതായാലും വളരെ നന്ദി. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ എൻ്റെ ആശംസകൾ അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഞാൻ സുഖമായിരിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്നോടൊപ്പം ശ്രീ സുബൈർ ചേരുന്നുണ്ട്. സുബൈർ UDF കാരനാണോ? സുബൈറെ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പാർട്ടിയൊന്നുമില്ല, UDF അല്ല അല്ലേ? UDF അല്ല, മൊത്തത്തിൽ എല്ലാവരും വേണം നമുക്ക്. അല്ല, ഇപ്പൊ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം എന്താണ് പറയണത് ശരിക്കും കണ്ടീഷൻ? രാഹുൽ മാക്കൂട്ടത്തിന് കേസ് അന്വേഷിക്കാൻ സൈബർ സംഘം തയ്യാറാകുന്നു. അതിൽ ക്രൈംബ്രാഞ്ചാണ് കേസിൻ്റെ ടീം അംഗങ്ങളെ കൊണ്ടുവരുന്നത്. സൈബർ വിദഗ്ധരുണ്ട്. ഒപ്പം അവിടുത്തെ അദ്ദേഹത്തിൻ്റെ സന്ദേശങ്ങൾ, കോളുകളുടെ ആധികാരികത ഇതൊക്കെ പരിശോധിക്കാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രതിസന്ധി ഉള്ളത്, ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഒരു പരാതിക്കാരിയില്ല. അപ്പോൾ പരാതിക്കാരികളെ വേണമെങ്കിൽ അങ്ങോട്ട് ചെന്ന് സമീപിക്കാം, പക്ഷേ അവർ സഹകരിക്കും എന്ന് തോന്നുന്നുണ്ടോ സുബൈറിന്? ഇല്ല, പരാതിക്കാരെ ഈ പ്രതിപക്ഷം ഇവര് ഭരണപക്ഷം ഉണ്ടാക്കി കൊടുക്കുമല്ലോ. ആര് വേണമെങ്കിലും ഏത് ടൈപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അല്ലാണ്ടത് പറയേണ്ടത് ഇപ്പൊ ഇനി എന്താ വേണ്ടെന്നറിയാം സാർ, ഒരു മിനിറ്റ് സെക്കൻഡ്. ഇപ്പൊ വേണ്ടെന്നറിയാം, രാഹുൽ മാങ്കുട്ടത്തിൽ MLA ബോർഡും വെച്ചിട്ട് അന്ന് നവകേരള നടത്തിയപ്പോൾ അവര് ഡിവൈക്കാരും CPFകാരും പുറത്തേക്ക് ഇറങ്ങിയില്ലേ? അതുപോലെ UDFന്റെ കുറച്ച് പിള്ളേരായിട്ട് അവൻ നേരെ പാലക്കാട്ടേക്ക് പോകണം. ഈ പിണറായി പോലീസിനെ കൊണ്ട് തന്നെ അവരെ അടിപ്പിക്കണം. ഇന്നലെ ഷാഫിക്ക് ഇട്ട് പഠിച്ചില്ലേ? ഷാഫിന്റെ പാക്കറ്റ് അറിയില്ല അവര്. ഷാഫിന്റെ പാക്കറ്റ് അതേ നാണയത്തിൽ തിരിച്ചിരിക്കണം. പിണറായിയുടെ പോലീസിനെ കൊണ്ട് അവന്റെ പ്രോട്ടോകോൾ കൊടുക്കണ്ടേ? MLA എപ്പോഴും അവൻ നേരെ നാളെ തന്നെ ഒറ്റയ്ക്ക്, ഡ്രൈവറൊന്നും വേണ്ട, ഒറ്റയ്ക്ക് വണ്ടി ഡ്രൈവ് ചെയ്തിട്ട് നാളെ പാലക്കാട്ടേക്ക് പോകണം. ഇപ്പൊ തന്നെ പോകണം. എന്നിട്ട് അവര് പറഞ്ഞില്ല ഇറക്കില്ലാന്ന് അറിയില്ല. ഇറക്കണവരെ എന്തായാലും കൊടുക്കട്ടെ, എന്തായാലും അവർക്ക് ഇത് കൊടുക്കണ്ടേ, സംരക്ഷണം കൊടുക്കണ്ടേ? ഇങ്ങനെ അങ്ങനെ ചെന്നിട്ട് അപ്പൊ പോലീസ് ജീവൻ രക്ഷാ പോലീസുകാർ ശമ്പളം പഠിച്ചിരിക്കല്ലേ? പോലീസുകാർ ഇറങ്ങട്ടെ സാറേ, 5 മണി രക്ഷിക്കുമെന്ന് നോക്കട്ടെ. ഇവന് പ്രോട്ടോകോൾ ഒന്നും ഇല്ലേ? ഇപ്പൊ എന്ത് മുകേഷിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തിയെന്ന് പറഞ്ഞേ, എന്ത് സമ്മതിക്കാൻ എന്ത് പറ്റാത്തവർക്ക്? അല്ല, ഒരു ഫിലിം സ്റ്റാറിനെ കുറിച്ച് സംഭവിച്ചപ്പോ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് പിണറായി ഒതുക്കി. ആ പിണറായി വിജയനെ പറഞ്ഞത് ഞാൻ സംരക്ഷണം കൊടുക്കുന്നു. എന്ത് കണ്ടിട്ട് കൊടുക്കുന്നു പറഞ്ഞത്? ഈ വോട്ടിന് വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങള് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ നാടകം എന്നാണ് താങ്കൾ പറയുന്നത്. അപ്പൊ കൃത്യമാണ്, ഏതായാലും താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ഇന്ന് നമുക്ക് സമയം കുറവായതുകൊണ്ടാണ്, നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കാം. അപ്പൊ ഇന്ന് ഇപ്പൊ മറ്റു പ്രേക്ഷകർ കൂടി കാത്തു നിൽക്കുന്നുണ്ട്, നമുക്ക് വിശദമായി സംസാരിക്കാം. ടോമി നിലമ്പൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ടോമി നിലമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? ശ്രീ ടോമിക്ക് എന്ത് തോന്നുന്നു? ടോമി, ഈ പീഡനവും മറ്റ് അധിക്ഷേപങ്ങളും ഉണ്ടായി എന്ന് വെളിപ്പെടുത്തിയവരെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാം, പക്ഷേ അവർ കൂടി ഇതിനോടൊപ്പം ചേർന്നാലല്ലേ ഈ കേസിൻ്റെ അന്വേഷണം ഉണ്ടെങ്കിൽ അത് സുഗമമായി പോകുള്ളൂ. അങ്ങനെ ആളുകൾ തയ്യാറാകുമെന്ന് കരുതേണ്ടതുണ്ടോ, അതോ ഇത് വലിയ കോളിളക്കമൊക്കെ ഉണ്ടായ ഒരു രാഷ്ട്രീയ നാടകമായി അവസാനം പര്യവസാനിക്കുന്നു? ഒരു അവിടെ പേരിലൊരു കേസ് ഇതുവരെ ആരും രജിസ്റ്റർ ചെയ്തിട്ടോ പരാതി കൊടുത്തിട്ടോ ഒന്നുമില്ലല്ലോ. ഒന്ന്, പിന്നെ ഇത് രാഷ്ട്രീയമാണ് കൂടുതലും, രാഷ്ട്രീയമാണ് ഇതിന്റെ മെയിൻ. രാഷ്ട്രീയ അന്തർനാടകങ്ങളാണെന്നാണ് എന്തോ രാഷ്ട്രീയ അന്തർനാടകങ്ങളാണെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? ആണ് രാഷ്ട്രീയമാണ് അതിന് മെയിൻ, അതാണ്. പിന്നെ ഒരു യുവ നേതാവല്ലേ. ഇതിപ്പോ ഒരു പരാതിയല്ലല്ലോ. ഞാനിപ്പോ ഒരു പരാതിയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്നിലധികം പരാതികൾ വരുന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഒരു സംശയം വരുന്നത്. സാറേ, ഇപ്പൊ ഇതിന് മുന്നേ ഒരാൾ പറഞ്ഞിരുന്നു, നമ്മുടെ കുഞ്ഞാലിക്കുട്ടി കേസിൽ ഇപ്പൊ കുറെ ആൾക്കാർ കുടുങ്ങിയാണ്. ഒരു മനുഷ്യനെ ശിക്ഷിച്ചിട്ടോ അവരുടെ ആക്ഷൻ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആകെ ഇപ്പം ഈ രാഷ്ട്രീയ കേസില് ശിക്ഷിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഒരു അറിവില് നമ്മുടെ ബാലകൃഷ്ണ പിള്ളേരെയാണ് ഒരു മാസം മറ്റേ ജയിലിലിട്ടായിട്ട് എനിക്കൊരു ഓർമ്മ. അല്ലാതെ ഈ രാഷ്ട്രീയക്കാർ അവര് തമ്മിലൊരു ധാരണയെത്തും. ഇപ്പൊ അടുത്തൊരു കേസ് വരുമ്പോഴത്തേന് ഇത് മറിഞ്ഞു പോവും, അടുത്ത അതിലേക്ക് കൂടും, ഇതിന്റെ കാര്യം ഇങ്ങനെ അവങ്ങി പോവും. അങ്ങനെയാണ് നമ്മള് ഈ രാഷ്ട്രീയത്തിലുള്ള എല്ലാ കേസുകളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനും രാഷ്ട്രീയം അങ്ങനെ ഏതായാലും വ്യക്തമാണ്. അപ്പൊ ശ്രീ ടോമി ഏതായാലും അങ്ങനെയാണ് വിചാരിക്കുന്നത്, ഇതൊക്കെ ഒരു രാഷ്ട്രീയ നാടകമായി പര്യവസാനിക്കുന്നു. അപ്പോൾ കൃത്യമാണ്, ഇന്ന് നമുക്ക് സമയം കുറവായതുകൊണ്ടാണ്. ശശിധരൻ വയലാറിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ അങ്ങ് വിളിച്ചു, പക്ഷേ കുറേ ദിവസം അങ്ങോട്ട് സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് തീരെ സമയം കുറച്ച ദിവസം കൊണ്ടാണ്. അപ്പോൾ താങ്കളുടെ പ്രതികരണം, താങ്കളൊരു UDF കാരനാണല്ലോ എനിക്കറിയാം, പക്ഷേ ഈ ഘട്ടത്തിൽ അല്ല
ഞാൻ യു ഡി എഫ് സപ്പോർട്ട് ചെയ്യായിരുന്നല്ലോ. അത് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അധിഷ്ഠിത പിന്തുണയാണ് അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണെന്ന്. അത് ശരി. അപ്പൊ ഞാൻ അതായത് വയലാറിലെ ഒരു നല്ല വിഭാഗം ആളുകൾക്ക് അറിയാം. എന്നെ കുറെ നേതാക്കന്മാർ എന്റെ പ്രവർത്തിച്ചവര് പലരും പോയി ഇവിടുന്ന്. അതെ. അപ്പൊ അങ്ങക്ക് എന്ത് തോന്നുന്നു ശ്രീ ശശിധരൻ, ഇത് എന്ത് സംഭവിക്കും? ഈ കേസ് നല്ല രീതിയിൽ പര്യവസാനിക്കും എന്ന് പറയുമ്പോൾ ഇപ്പൊ പറഞ്ഞ കേട്ട പിന്നെ മനുവിന്റെ ഇതിനറിഞ്ഞത് സൈബർ പരിശോധന വരാൻ പോണെന്ന് അറിഞ്ഞേ. ഞാൻ പറയാൻ ഇതിനേക്കാൾ ഇപ്പൊ ഓണത്തിന്റെ ഓഫറിന്റെ കാലമാണ്. ആദ്യം പരാതിയായിട്ട് വരുന്ന രണ്ടുപേർക്ക് തക്കതായ നല്ല സമ്മാനം കൊടുക്കാൻ തയ്യാറാകുമോ? ഇങ്ങനത്തെ ഒരു മനുഷ്യൻ നേരിട്ട ദുരിതത്തിന്റെ കഥയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ ഇങ്ങനെ പരിഹസിക്കണോ ശ്രീ? അല്ല, ഞാൻ ചോദിക്കണതല്ല. ഞാൻ രണ്ടുപേരെയും തെറ്റ് പറയാണ്. രാഹുലിനും തെറ്റ് പറയാണ്, എതിർ നിൽക്കുന്നതിനും തെറ്റ്. എന്താ കാര്യം അറിയാമോ? രാഹുലിന് ഇതൊന്നും നിശ്ചയിച്ചിട്ടില്ല. മനുവായോ ഞാനായോ ഒരു തെറ്റ് ചെയ്താൽ നമ്മുടെ പേർക്ക് ഒരേ ആരോപണം ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നിഷേധിക്കാൻ ആദ്യം തയ്യാറാകണ്ടേ? തെറ്റ് ചെയ്തില്ലെങ്കിൽ ആണോ? ഞാൻ പറഞ്ഞത് ശരിയാണോ? നിഷേധിക്കാൻ തയ്യാറാകണ്ടേ? തയ്യാറായിട്ട് മറുഭാഗത്ത് തന്നെ ഇത്രയൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരെ അന്വേഷിക്കാൻ തയ്യാറായി വന്നിട്ട് പോലും ഒരാൾ പോലും പരാതിപ്പെടുന്നില്ല. ഇത് രണ്ടും കൂടെ ആലോചിക്കുമ്പോഴാണ് ചിരി വരുന്നത്. ശരി, വ്യക്തമാണ്. അപ്പൊ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ശ്രീ ശശിധരൻ, അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് എല്ലാ ദിവസവും വീണ്ടും സംസാരിക്കാം. സൂപ്പി എന്നോടൊപ്പം ചേരുന്നത് വെള്ളമുണ്ടയിൽ നിന്നാണ്. ശ്രീ സൂപ്പി, അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ഇന്നിപ്പോൾ ഇങ്ങനെ ലേശം തിരക്ക് പിടിച്ചൊരു സമയമായതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ശ്രീ സൂപ്പിക്ക് തോന്നുന്നത്? അപ്പൊ ഇത് നമസ്കാരം. പിന്നെ രണ്ട് കൈ മുട്ടിയാൽ മാത്രമേ ഒച്ച ഉണ്ടാവുള്ളൂ അല്ലേ? രണ്ട് കൈ കൊട്ടിയാൽ ഒച്ചയുണ്ടാവും, അത് ശരിയാണ്. ഒരു കൈ ഇങ്ങനെ അടിച്ചാൽ ഒച്ച ഉണ്ടാവില്ല. അപ്പൊ അങ്ങ് പറയുന്നത് രണ്ടുപേരും ഇതിൽ തെറ്റുകാരാണെന്നാണ്. ഞാൻ പറയട്ടെ, ഈ സ്ത്രീകൾ എന്തുകൊണ്ടാണ് ഈ രംഗത്ത് വരാത്തത്? ഇത്രയും കാര്യങ്ങൾക്ക് സമരം ചെയ്യണോ? ഇത്രയും നേരത്തെ മാങ്ങോട്ടത്തിനെതിരെയൊക്കെ സമരം നടത്തണ്ടേ? യുവാക്കൾ എന്തൊക്കെ രംഗത്ത് വരണം. കാരണം ഇത്രയും തമ്മാടിത്തം ചെയ്യുന്ന ആൾക്കാരെ ശരിക്കും പുറത്താക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതെയോ? ശരി, ഓക്കെ, വ്യക്തമാണ്. ശ്രീ സൂപ്പിയുടെ പരാതി വ്യക്തമാണ്. അപ്പോൾ ബിന്ദു എന്നൊരു പ്രേക്ഷക കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദു എവിടെ നിന്നാണ് വിളിക്കുന്നത്? ചേർത്തലയിൽ നിന്നാണ് അല്ലേ? കേൾക്കാമോ ശ്രീമതി ബിന്ദു? ചേർത്തലയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ ഈ ശ്രീമതി ബിന്ദു, ഈ അന്വേഷണ സംഘം വരുന്നു, പ്രത്യേക ടീമുണ്ടാകും. പക്ഷേ ഇതിനൊക്കെ ഏറ്റവും അന്വേഷണ സംഘത്തിൽ മിടുക്കന്മാരുണ്ടാകും, സൈബർ വിദഗ്ധരുണ്ടാകും, അതൊക്കെ സമ്മതിച്ചു. പക്ഷേ ഈ ഇരയാക്കപ്പെട്ട അയാൾക്കൊരു പരാതി ഇല്ലെങ്കിൽ അത് പൊളിഞ്ഞു പോകുമോ? അതാ അയാൾ പരാതി പറയാനായി മുന്നോട്ട് സധൈര്യം വരും എന്ന് കരുതുമോ? എന്താണ് തോന്നുന്നത് ശ്രീമതി? സാറിനെ വിളിക്കണം. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ ഇപ്പൊ ഒരു വിളിക്കാനായിട്ട് കാരണം ഈ പെണ്ണുങ്ങളൊക്കെ എന്താ ഇങ്ങനെ നടക്കണം ഞാൻ ഓർക്കുന്നത്. അയ്യോ, അങ്ങനെ പറയല്ലേ. അങ്ങനെ പറയാനല്ല, നമുക്ക് ഇതൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാൻ വയ്യ. ഒരാണ് അവർക്ക് പറ്റാത്ത രീതിയിൽ ഇവർ പ്രതികരിക്കാതെ എന്താണ് ഇത്രയും നാൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ പരാതി ഇതിങ്ങനെയൊക്കെ കൊണ്ടുപോകും. ഇവർക്കെതിരെ ശിക്ഷ എടുക്കണമെന്ന് ഞാൻ പറയണം. അപ്പൊ ആദ്യം തന്നെ ഈ സ്ത്രീകൾ ഇയാളെ തിരിച്ചറിഞ്ഞ് മാറാനുള്ള ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാൻ വയ്യേ. ഇതിനെ ഇങ്ങനെ കാണിക്കുന്നവരെ പിന്നെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആൾക്കാർ ഈ രാഷ്ട്രീയത്തിൽ മുഴുവൻ കാണുകയാണ്. ഉമ്മൻചാണ്ടിയെ കാണിച്ചത് നമ്മൾ കണ്ടിരിക്കുന്നതാണ്. സരിതാ നായരെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരുന്നത്. അല്ല, പക്ഷേ ഇപ്പൊ ഒരു സ്ത്രീ ഇങ്ങനെ അതിപ്പോ അതെന്തായി? ഒരു നല്ല മനുഷ്യരെ ചീത്തയാക്കി കളഞ്ഞ് അയാൾ മരിച്ചും പോയി. എന്നിട്ട് സരിതാ നായർക്ക് എന്താ ഇപ്പൊ നേടിയത്? അപ്പൊ അതുപോലെ ഇതും അങ്ങനെ പെണ്ണുങ്ങള് പ്രതികരിക്കാഞ്ഞിട്ടല്ലേ? അവരെന്തിന് ഇതിന് നടന്ന്? അവർക്ക് പ്രതികരിക്കാൻ വയ്യായിരുന്നു അപ്പൊ തന്നെ, ആ സ്പോട്ടിൽ അപ്പൊ തന്നെ പ്രതികരിക്കാൻ വയ്യേ? ശരി, അപ്പൊ ഏതായാലും ശ്രീമതി ബിന്ദുവായിട്ട് വീണ്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം സംസാരിക്കാൻ കഴിഞ്ഞൊരു സന്തോഷം. അപ്പോൾ തുടർന്ന് വിളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നന്ദി അവിടെ നിന്ന് ചേർത്തലയിൽ നിന്ന് വിളിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതിന്. അപ്പോൾ പലരും പരാതിക്കാർക്കെതിരെയാണ്. ഒരുപക്ഷെ ഇതൊക്കെ കൊണ്ട് അവർ പേടിച്ച് മാറിയിരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ മഹിളാ സംഘടനകൾ ഇരകളെ ബോധവൽക്കരിച്ച് പരാതി രേഖാമൂലം നൽകാൻ തയ്യാറാക്കണം എന്ന് കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു. ഇരകൾ പരാതി നൽകണം എന്ന് സുരേഷ് നായർ പറയുന്നു. ഷാജി ഭാസ്കരൻ പറയുന്നത് ആൻസിയുടെ നമ്മുടെ നേരത്തെ ഒരു ആൻസി പ്രതികരിച്ചല്ലോ, നമ്മുടെ ഒരു പ്രേക്ഷക, ആ പ്രതികരണത്തിനോട് അദ്ദേഹത്തിന് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കുറേ പേർ ഒരാൾ യോജിക്കുന്നു, ഒരാൾ യോജിക്കുന്നില്ല. അപ്പോൾ ജയേഷ് വടക്കേടത്ത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ ജയേഷിൻ്റെ
ഇത് ജമ്പ് ചെയ്ത് പോയി. കുഴപ്പമില്ല. അപ്പോൾ സിന്ധു എന്നോട് പറയുന്നത് പെൺകുട്ടികൾ പരാതി കൊടുത്താലും അവർക്കൊരിക്കലും നീതി കിട്ടില്ല, അവർ നാണം കെടും, അത്ര തന്നെ എന്നാണ് സിന്ധു പറയുന്നത്. പ്രജിത എന്നോട് പറയുന്നത് കേൾവി വെച്ച് പരാതി എടുക്കാൻ പറ്റുമോ എന്ന് പ്രജിത എന്നോട് ചോദിക്കുന്നു. മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്ത ഒരു കാര്യം ഒരാൾ മാത്രം എങ്ങനെ തെറ്റുകാരനാകും എന്നാണ് പ്രജിതയുടെ ചോദ്യം. അപ്പോൾ റോബിൻ തൊട്ടുപുറത്ത് എന്നോട് പറയുന്നത് ഈ കേസെടുത്താൽ സ്ഥാനം രാജിവെക്കലൊക്കെ പ്രതിപക്ഷത്തിന് മാത്രം മതി, അപ്പോൾ ഭരണപക്ഷിക്ക് എന്തു തോന്നിയ ദിവസം കാണിക്കാം എന്നാണ് റോബിൻ ചോദിക്കുന്നത്. അപ്പോൾ ജയകുമാർ പറയുന്നത് ഇന്ന് 7ാമത്തെ ദിവസമാണ് ഈ വിഷയം ചർച്ചയ്ക്ക് ചെയ്യുന്നത്. വിളിച്ച് കൂടുതൽ പേരും സ്ത്രീകളെതിരായി സംസാരിക്കുന്നത്. വിളിച്ച സ്ത്രീകൾ മൊത്തത്തിൽ പരാതിക്കാർക്കെതിരെയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇനിയും പ്രേക്ഷകരുണ്ട്, ഞാൻ അതിലേക്കൊക്കെ വരാം. അരവിന്ദാക്ഷൻ പാലക്കാട് നിന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. നമുക്കിന്ന് ഒരുപാട് ടെലിഫോൺ. രാഹുലിനെതിരെ പരാതിയില്ല. അത് പക്ഷേ രാഹുൽ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അത് ശരി തന്നെയാണ്. പക്ഷേ ഇതിന് പുറകിൽ രാഷ്ട്രീയക്കാർ തന്നെയാണ്. ഇത് നിൽക്കുന്ന അവർക്ക് യാതൊരു യോഗ്യതയില്ല, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ പരാതി ഇല്ലാത്ത ആ പരാതിയുണ്ടോ എന്ന് പറഞ്ഞ് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇതിന് പുറകിൽ രാഷ്ട്രീയക്കാർ തന്നെയാണ്, പ്രത്യേകിച്ചിട്ട് CPM-കാരാ. അപ്പൊ അവർക്ക് എന്തും ചെയ്യാന്നുള്ളതാണ്. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ നമുക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയക്കാർ തന്നെ കുത്തിപ്പൊക്കി കൊണ്ടുവരികയാണ്. സത്യമല്ലേ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ റഫീഖ് പറയുന്നത് മാങ്കൂട്ടത്തിനെതിരെ വന്നത് മുഴുവൻ CPM AKG സെൻറ്റർ നുണ മെഷീൻ പടച്ചുവിട്ട ഫേക്ക് ശബ്ദരേഖകളും ചാറ്റുകളും മാത്രമാണ്. അതുകൊണ്ട് പരാതിക്കാരി 5 ദിവസമായിട്ടും വന്നില്ല എന്നാണ് റഫീഖിൻ്റെ ആരോപണം. എല്ലാ ധാർമ്മിക മൂല്യങ്ങളും ബലികഴിച്ചാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കൃഷ്ണൻകുട്ടി പറയുന്നു. സുനിലിന് നമസ്കാരം പറയുന്നു. ജയകുമാർ. ബാബുരാജൻ എന്നോടൊപ്പം ചേരുന്നു. സുബൈർ സംസാരിക്കുമ്പോൾ മനുവിൻ്റെ നിൽപ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഓക്കെ, ശരിയായിരിക്കാം. ഓക്കെ, കോൺഗ്രസിനെ അനുകൂലിച്ച് പറയുന്നവർക്ക് കൂടുതൽ സമയം നൽകുന്നു, എതിർക്കുന്നവർ പേര് വിളിക്കുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. മനുവിന് ഇരട്ടത്താപ്പാണെന്ന്. അപ്പോൾ കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർ കൂടുതൽ സമയം കൊടുക്കുന്നു എന്നാണ് പരാതി. ആയിക്കോട്ടെ, അപ്പോൾ നോക്കാം നമുക്ക്. അപ്പോൾ അവരെന്താ പറയുന്നതെന്നും കൂടി അറിയണമല്ലോ, അതിനുവേണ്ടി ഞാൻ കൂടുതൽ സമയം കൊടുക്കുന്നു കേട്ടോ. ജയകുമാറിന് ഈ 7 ദിവസം ഇത് എടുത്തതിൽ വിഷമമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പേർ ഇതുണ്ട്. ജയേഷ് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ജയേഷ് വടക്കേടത്ത്. CKP പത്മനാഭൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അയാളെ മൂലക്കിരുത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പരാതിയെക്കുറിച്ച് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശശി ആലപ്പുഴയിൽ നമ്മളോടൊപ്പം ചേർന്നു. ശശി. സാറേ, രാഹുൽ മാങ്കൂട്ടം ശരിക്കും തെറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ആണോ? കേരളത്തിൽ ഇതുപോലൊരു ക്രിമിനൽ സ്ത്രീ പീഡനം നടന്ന ഒരു കേസ് കേരളത്തിൽ ഇന്നുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അയാൾ ക്രിമിനൽ പീഡനമൊക്കെ ഇഷ്ടംപോലെ നടന്നിട്ടുണ്ട്. ഇതുപോലെ റേപ്പ് ചെയ്ത് കൊല്ലും എന്നൊക്കെ പറയുന്ന രീതിയിൽ സംഭാഷണം വന്ന ഒരു കേസ് ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞപ്പോ സാർ പറഞ്ഞു AKG സെന്ററിൽ നിന്നാണ് അത് വരുന്നത്. ഇത് പെൺകുട്ടികൾ പറയുകയല്ലേ, മാടത്തെ സൗണ്ട് ഉണ്ടാക്കുന്ന പോലെ ആ കൊച്ചിനെ കൊണ്ട് നിങ്ങളുടെ TV തന്നെ കാണിച്ചതല്ലേ ആ കുട്ടി പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ അവനെ ശിക്ഷിക്കണം. അവനെ പൊക്കിയതും ഇവിടുത്തെ ചാനലുകാര് അവരെ തകർത്തേണ്ടതും നമ്മൾ തന്നെ. ഞങ്ങളാരെയും പൊക്കാനോ തകർക്കാനോ അല്ല. ഒരാൾക്ക് അംഗീകാരം കിട്ടുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ സമയം അയാൾക്ക് ചാനലിൽ കൊടുത്തു എന്ന് വരും. ചിലപ്പോൾ പരാതികൾ വരുമ്പോഴും ഞങ്ങൾ അങ്ങനെ പൊക്കാനും താഴ്ത്താനും അല്ല. നമുക്കിപ്പോൾ ആളുകളെ നിരന്തരം പൊക്കി പിടിക്കാൻ പറ്റുമോ? അവർ നല്ലത് ചെയ്യുമ്പോൾ വ്യാജന്മാരെ കൊണ്ട് വ്യാജ സർട്ടിഫിക്കറ്റ് എന്ത് തെരഞ്ഞെടുപ്പ് ഏത് രീതിയിൽ വന്നു സാറേ? ഇതൊന്നും യൂത്ത് കോൺഗ്രസ് എന്ത് തെരഞ്ഞെടുപ്പ്? ശരി, അപ്പോൾ ശ്രീ ശശി പറയുന്നത് ഇത് സർക്കാർ ശക്തമായി അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത് അല്ലേ? ശരി, ഓക്കെ, താങ്ക് യു. അപ്പോൾ ജൂഡ് എന്നോടൊപ്പം ചേരുന്നു. ജൂഡ് മണിയത്ത് കുമ്പളങ്ങി എന്നാണ് വിളിക്കുന്നത് അല്ലേ? ജൂഡ് വിളിക്കുന്നത് മനോഹരമായ ഒരു സ്ഥലത്തു നിന്നാണ്. അത് വലിയ ടൂറിസം സ്വന്തം നാട്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നല്ലേ പറയണ? അത് കേരളം, പക്ഷെ കുമ്പളങ്ങി അതിൽ ഒരു മനോഹരമായ സ്ഥലം അല്ലേ? കുമ്പളങ്ങിയിൽ ഇപ്പൊ സാറേ 7 ദിവസമായല്ലോ ഈ പരിപാടി ആക്കണം. ആരും കംപ്ലൈന്റ് ചെയ്യുന്നില്ല. എന്നിട്ടും ഒരു പരാതിക്കാരികൾ വന്നില്ല. വന്നത് പരാതിക്കാരികളാകട്ടെ പരാതി കൊടുത്തുമില്ല അല്ലേ? കൊടുത്തുമില്ല. എന്നിട്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിക്കണ ന്യായമാണ്? അപ്പൊ ജൂഡ് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ്. ജൂഡ് UDF കാരനാണോ? UDF ഇല്ല, LDF ഇല്ല. ഒരു നിഷ്പക്ഷൻ എന്ന നിലയിൽ പറയുകയാണ് അല്ലേ? ഉമ്മൻചാണ്ടിയുടെ ഇതില് ഞാൻ കണ്ടിട്ട് എനിക്ക് സങ്കടം വന്നുപോയി. ആണോ? ഉമ്മൻചാണ്ടിയെ തെറ്റായ പരാതിയിൽ ആളുകൾ കുടുക്കി. സമാനമായി
ഉമ്മൻചാണ്ടി പരിവേഷമാണോ ഇപ്പോൾ രാഹുലിന് കിട്ടുന്നത്? അങ്ങനെയല്ല, അവസാനം ആ മരണ സമയത്ത് പോലും ഇപ്പൊ സരിതയാണെങ്കിലും തെറ്റിയായിട്ട് പറഞ്ഞു നടക്കണല്ലേ. ശരി, അപ്പോൾ കൃത്യമാണ്. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേളയും കൂടി വേണം. നമ്മുടെ പ്രവീണ വീണ്ടും ഇടവേള എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇടവേള, ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്കാണ്. യെസ്, നമ്മുടെ ഇപ്പോൾ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ നിറയെ പ്രേക്ഷകർ, കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നത് ഇതിനെ ഒരു സ്പെഷ്യൽ കോടതി തന്നെ രൂപീകരിക്കണം എന്നാണ്. അപ്പോൾ ഈ പരാതി പറഞ്ഞ അല്ലെങ്കിൽ കേട്ടത്ര വലിയ വലിപ്പത്തിലാണെങ്കിൽ സ്പെഷ്യൽ കോടതി വേണ്ടി വരും. പക്ഷേ അതിൽ എത്ര പരാതിക്കാർ വരും എന്നാണ് ഞാനും ഗൗരവത്തോടെ ഉറ്റുനോക്കുന്നത്. മനു കാസർഗോഡ് നിന്ന് ചേരുകയാണ്. മനുവിന് എൻ്റെ അതേ പേരാണ്. മനു കേൾക്കാമോ? ഹലോ. മനു, നമുക്ക് രണ്ടുപേർക്കും ഒരു പേരാണ്. മനു. അപ്പം മനു കഴിഞ്ഞ ദിവസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ മനു എന്ത് ചെയ്യുന്നെന്ന് ഞാൻ ചോദിച്ചില്ല അല്ലേ? ഇല്ല. എന്താ ചെയ്യുന്നത്? ഞാൻ സിവിൽ എഞ്ചിനീയർ. സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മുടെ ഒരു സിവിൽ എഞ്ചിനീയർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ മനു അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറാണ്. അപ്പോൾ ഈ എഞ്ചിനീയർമാരൊക്കെ എന്താണ് മനു ഈ വിഷയം എങ്ങനെയാണ് കാണുന്നത്? അവര് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറെ ആരോപണങ്ങൾ വന്നില്ലേ? ഫേക്ക് ആരോപണമോ? എനിക്കറിയില്ല. ഫേക്കാണോ അതൊക്കെ? അല്ലല്ലോ, അത്ര ശബ്ദ സന്ദേശങ്ങൾ വന്നില്ലേ? അപ്പോ അതിനൊക്കെ കേസെടുക്കാനുള്ള വകുപ്പൊക്കെ ഇല്ലേ? കേസൊക്കെ എടുത്ത് അന്വേഷണ സംഘമൊക്കെ വരാൻ പോവാ. അതന്നെ. അപ്പോ അതിനുള്ള നടപടിയൊക്കെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? തീർച്ചയായും. ഓക്കെ. അപ്പം മനു എന്നോട് പറഞ്ഞ് കാസർഗോഡ് ജില്ലയിൽ എവിടുന്നാ പറഞ്ഞ്? കാഞ്ഞങ്ങാടുന്നാ? ഓക്കെ, ശരി, വ്യക്തമാണ്. അപ്പോൾ ബിനോയ് എന്നോടൊപ്പം ചേരുന്നു. ബിനോയ്, നമ്മുടെ പ്രേക്ഷകരുടെ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെ നമ്മൾ സ്ഥിരം ധാരാളം സംസാരിക്കുന്നതാണ്. എന്ത് സംഭവിക്കും ബിനോയ്? ഈ പരാതിക്കാർ വല്ലതും വരുമോ? അവർ വന്നാൽ ഈ സർക്കാർ അവർക്ക് സംരക്ഷണം കൊടുക്കുമോ? അല്ല, ഒന്നും സംഭവിക്കാനില്ല. ഇത് പരാതിക്കാരല്ല, ഇത് മാധ്യമപ്രവർത്തകരും ചില CPM രാഷ്ട്രീയ നേതാക്കളുമായിട്ടുള്ള ഒരു ഒത്തുകളി, ഒരു ചെറുപ്പക്കാരനെ ഒതുക്കുക എന്നുള്ള അല്ലാതെ ഇത് പരാതിക്കാരില്ലല്ലോ. ഇതിന് പരാതിക്കാരുണ്ടോ എന്ന് പറഞ്ഞ് പണ്ട് അത്താഴ് പട്ടണിക്കാരുണ്ടോ നമ്മൾ കേട്ടിട്ടുള്ളത്. നമുക്ക് പരാതിക്കാരുണ്ടോ എന്ന് മാത്രമേ കേൾക്കുന്നതിന് പരാതിക്കാർ കാണത്തില്ല. ഇത് ഫേക്കാണ്. രണ്ടുപേര് തമ്മിൽ ഇഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ പരസ്പരം ഇഷ്ടങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യ സമയത്ത് ഇവർക്കൊന്നും പരാതിയില്ല. ഇപ്പോഴവർ പരാതിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരൊക്കെയോ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇന്ന് നിങ്ങളുടെയൊക്കെ മാധ്യമങ്ങളിലൂടെ തന്നെ കാണുന്ന എന്താ, പെണ്ണുങ്ങളെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തിയതിന് കേസെടുക്കാൻ IPC 354D അത് നിക്കത്തില്ല. അത് പരാതിക്കാരുണ്ട്. ഇപ്പൊ തന്നെ പരാതിക്കാരില്ല. ഇപ്പൊ മാധ്യമങ്ങളിൽ ശൂന്യത്തിൽ മാത്രം കുറെ ആളുകൾ പറയുന്നു നിങ്ങളെപ്പോലുള്ള. ഇതിന്റെ ഇടയിൽ ചില മാധ്യമ പ്രവർത്തകർ ബ്ലാക്ക് മെയിലിംഗ് മാധ്യമ പ്രവർത്തനവും നടത്തുന്നുണ്ട്. ബ്ലാക്ക് മെയിൽ ചെയ്ത് മാധ്യമ പ്രവർത്തനം നടത്തും. നിങ്ങളല്ല, കേരളത്തിലെ ഒരു ലീഡിംഗ് ചാനൽ മിക്ക സ്ഥലങ്ങളിലും ചെയ്യുന്നത് ബ്ലാക്ക് മെയിലിംഗ് മാധ്യമ പ്രവർത്തനമാണ്. അവരുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടി ന്യൂസ് 18 അതിൽ പെടുന്നില്ല. എടുത്ത് ഞാൻ പറയുന്നു. അല്ല, ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞാൽ ആരെയാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത്? അല്ല, ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്നത് ഏതെങ്കിലും രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തിയല്ല. ഞാൻ പറയുന്നത് അവർക്ക് ഏതെങ്കിലും ന്യൂസുമായി ബന്ധപ്പെട്ട് ഇന്ന ന്യൂസ് കൊടുക്കാതെ ഇരിക്കണമെങ്കിൽ ഞങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളെ സഹായിച്ചാൽ വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കണക്ക് ഞാൻ ഉൾപ്പെടെ ഉള്ളവര് അതെന്താണെന്ന് പറയും. ഇവിടെ നടക്കുന്നത് ബ്ലാക്ക് മെയിലിംഗ് മാധ്യമ പ്രവർത്തനമാണ്. അല്ല, അതൊരു വലിയ ഗൗരവപരമായ ആരോപണമാണ്. അത് ഉണ്ടെങ്കിൽ അത് നമ്മുടെ മാധ്യമരംഗത്ത് വെച്ച് പൊറുപ്പിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങേക്ക് അതിന് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. ആരെങ്കിലും അത്തരത്തിൽ ഈ ഞങ്ങളൊരു വാർത്ത നൽകും അല്ലെങ്കിൽ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കണം എന്നാവശ്യപ്പെട്ട് വരികയാണെങ്കിൽ ബിനോയ് ഒരു നിമിഷം കാത്തു നിൽക്കരുത്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാനും അത്തരം മാധ്യമങ്ങളെ അടിച്ചു മാറ്റാനും. നിങ്ങൾ ഡാൻ കുര്യൻ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് ന്യായമായ വാർത്തയും അല്ലാത്ത ജനത്തിനറിയാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ന്യൂസ് 18 അല്ല, നിങ്ങളല്ല, ഇവിടെ ബ്ലാക്ക് മെയിലിംഗ് മാധ്യമ പ്രവർത്തനം നടക്കുന്നുണ്ട്. 100% പറയുന്നു. കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ നമുക്ക് ഒരു ദിവസം അതിൽ ചർച്ച തന്നെ വെച്ചേക്കാം. സമയമില്ലാത്തതുകൊണ്ടാണ്. അങ്ങും ഇതുപോലെ ഇത് ആരാണ് എന്താണെന്ന് പറയാത്തതുകൊണ്ട് എനിക്കും അതിനെപ്പറ്റി കൃത്യമായി അറിയില്ല. ഓക്കെ, സമയമില്ല. അതുൽ കോട്ടയത്ത് നിന്ന് ചേരുന്നു. അതുലേ, നമസ്കാരം. നമസ്കാരം.
ഈ അതുലിന് ഈ തർക്കങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതുൽ കോട്ടയം ജില്ലയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയത്ത് കുമ്മനം എന്ന് പറയും. ആ, കുമ്മനം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. അതെ അതെ അതെ. ആ, അപ്പം കുമ്മനംകാരൊക്കെ എന്താ പറയുന്നത്? കുമ്മനത്തിൽ ഇതൊക്കെ ചർച്ചയാവുന്നുണ്ടോ ഈ വിഷയങ്ങളൊക്കെ? പിന്നെ വിഷയം ചർച്ചയാവുന്നുണ്ട്. ഭാഗികമായിട്ടെങ്കിലും ശരിയാണ്, തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതിന് കേസെടുത്തതിന്റെ അവസ്ഥ എന്താ വെച്ചാൽ അവസാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ കേസെടുത്തു, അതുപോലെ ഇരിക്കും അവസാനം. പരാതിക്കാരും കാണത്തില്ല, അവസാനം ആരും കാണത്തില്ല. ഇതായിരിക്കും അവസാനം വരാൻ പോകുന്നത്. കാരണം പരാതിക്കാരില്ലാതെ കേസെടുത്തൊരു കാര്യമില്ലല്ലോ. അവസാനം ഈ അന്വേഷണ സംഘം തെക്കുവടക്ക് നടന്ന് അവസാനം ഇതായി പോകുമെന്നാണ് താങ്കൾ പക്ഷെ അന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു വ്യക്തിക്കെതിരെ ആർക്കും സ്പെസിഫിക് ആയിട്ട് പരാതി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇത്തവണ ഒരു വ്യക്തിക്കെതിരെ പ്രത്യേകം വകുപ്പിട്ട് തന്നെ കേസെടുത്തതിൽ സർക്കാരിന് പ്രത്യേകം വേറെ താല്പര്യങ്ങളുണ്ട്. അത്രയും താല്പര്യങ്ങളായാലും ഹേമ കമ്മിറ്റി ഉന്നതന്മാരെ കൂട്ടാൻ വേണ്ടി മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് തന്നെ ഇതുപോലെ പല ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ മറ്റൊരു പെൺകുട്ടിയെ പൊതുമധ്യത്തിൽ വെച്ച് എല്ലാ വീഡിയോകളും ഒക്കെ നോക്കി നിൽക്കി തന്നെ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നമുക്കിപ്പോ ആവർത്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതിന്മേലൊന്നും സർക്കാരിന് ഒരു പരാതി ഒന്നും ഇല്ലായിരുന്നു. UDF കാരനാണല്ലേ? അല്ലല്ല, UDF കാരനല്ല. ആയിക്കോട്ടെ, അല്ലേ? മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു. ശരി, സമയമില്ല. അതിൽ നമുക്കൊരു ദിവസം വീണ്ടും വിശദമായി സംസാരിക്കാം. അപ്പോൾ കുമ്മനം പേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതിൻ്റെ സ്ഥലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഫ്രാൻസിസ് വിളിക്കുന്ന അങ്കമാലിന്ന്. ഫ്രാൻസിസ്, നമുക്ക് സമയമൊക്കെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുക, വളരെ പെട്ടെന്ന്. ഫ്രാൻസിസ്, എനിക്ക് മനു ഈ കാര്യം പറയുന്നത്, ഈ സ്ത്രീകൾക്ക് പരാതി ഉണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ മുഖം കാണിക്കാതെ വന്ന് പറയുന്ന അത് ഓഡിയോ ക്ലിപ്പായിട്ട് എന്തോ ആയിട്ട് ഇവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഇവർ പോലീസ് സ്റ്റേഷനിലോ നീതിന്യായ കോടതിയിലോ പോകണം. മാധ്യമങ്ങളാണോ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതും അതിനെതിരെ നടപടി എടുക്കുന്നത്. പിന്നെ ഈ 2-3 വർഷം കഴിയുമ്പോൾ ഇവർക്ക് എങ്ങനെയാണ് പരാതിയായിട്ട് വരുന്നതൊക്കെ? അപ്പൊ വകുപ്പ് ഇട്ടിരിക്കുന്നത് പിന്തുടർന്ന് ശല്യം ചെയ്തു, അശ്ലീല മെസ്സേജ് അയച്ചു. പിന്തുടർന്ന് ശല്യം ചെയ്യുന്നവരെ നമ്മുടെ നാടൻ പെൺകുട്ടികൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. പൊട്ടിച്ചു കൊടുത്തുകൂടെ? അതല്ലല്ലോ ഇത്. പിന്തുടർന്ന് ശല്യം ചെയ്യുമ്പോൾ നമ്മൾ അവരെ ചിലരെ അടി കൊടുക്കേണ്ട പണിയാണ് ചെയ്യുന്നതെങ്കിലും ചെയ്താണെങ്കിൽ കൊടുക്കണം. അശ്ലീല സന്ദേശം അയച്ചു, അശ്ലീല സന്ദേശം അയച്ചു, അത് ബ്ലോക്ക് ചെയ്യാൻ ഇന്നത്തെ കാലത്തുള്ള ബുദ്ധിമുട്ടുണ്ടോ? ആ അശ്ലീല സന്ദേശം വെച്ചിട്ട് സൈബർ പോലീസിൽ പോകണം. ഇതൊക്കെ ഒരു ഉടായ്പ കെട്ടുകഥ ഉണ്ടാവാതിരിക്കാം. പക്ഷെ പെൺകുട്ടികൾ ചെയ്യുന്നത് ഈ 2-3 വർഷം മിണ്ടാതിരുന്ന് അതുവരെ കിട്ടാവുന്ന സുഖവും സാമ്പത്തിക ലാഭമൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ആ താറടിച്ച് കാണിക്കുന്ന സ്വഭാവം ശരിയല്ല. ശരി, ഓക്കെ, വ്യക്തമാണ്, സമയമില്ല. അപ്പോൾ ഏതായാലും അങ്ങ് പ്രതികരിച്ച് നമുക്ക് വീണ്ടും വിശദമായി സംസാരിക്കാം. ഇക്ബാൽ എന്നെ വിളിക്കുന്നു കൊല്ലത്താണ്. ഇക്ബാൽ, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇക്ബാൽ, കൊല്ലത്ത് ചന്ദനത്തോപ്പ്. ചന്ദനത്തോപ്പ് എന്നാണ്. അപ്പോൾ ഇക്ബാൽ, ഈ ഇത് വലിയ വിവാദമാണ്. ഇത് പെട്ടെന്ന് തീരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് ഒരു കാര്യക്ഷമമായ രീതിയിലേക്ക് പോകും എന്ന് എന്തെങ്കിലും കരുതാൻ ഇക്ബാലിന് കഴിയുന്നുണ്ടോ? അതോ ഇത് ആകാശത്തേക്ക് വെച്ച വെടി പോലെ കാക്ക പോലും ജാകില്ല? കുറെ ആൾക്കാർ പറയുന്നത് ഫേക്കാണെന്നാ. ഒന്നൊരു മാധ്യമ പ്രവർത്തക ഒരു ചാനലിൽ അഭിമുഖം കൊടുത്തത്. രണ്ടാമത്തേന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ് എംപിയുടെ മകളാ AICCക്ക് പരാതി കൊടുത്തത്. ഇതൊക്കെ ഫേക്കാണെന്ന് ഈ പറയുന്നവർക്ക് പറയാനൊരു നാണവും മാനവും വേണ്ടേ? ഇതൊക്കെ ഫേക്കാണെന്ന് പറയാം. കോൺഗ്രസ് എംപിയുടെ മകളാ AICCക്ക് പരാതി കൊടുത്തത്. ഇത്രയും ഒരു വൃത്തികെട്ട ഒരു രാഷ്ട്രീയക്കാരനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവര് പോലീസിന്റെ മുന്നിൽ അതേ പരാതിയുമായി വരുമോ? അതോ ഇത് ഇങ്ങനെ പോലീസ് സ്വാഭാവികമായിട്ട് അന്വേഷിക്കുന്നതിന് മുമ്പേ നമ്മൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്? അത് ശരിയാ. നമ്മൾ മുൻകൂട്ടി അവർ വരില്ല, ഭയന്നു പോകുന്നു, പേടിക്കേണ്ട കാര്യമില്ല. പോലീസ് അങ്ങോട്ട് പോട്ടെ, അവര് വരട്ടെ. അത് മാത്രമല്ല, 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. വളരെ ഗുരുതരമായ കുറ്റമല്ലേ അത്? സത്യമല്ലേ അത്? ആ കുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് അബോർഷൻ നടത്തിയെന്നുള്ള സത്യമല്ലേ? ഈ പറയുന്നവർക്കൊക്കെ അത് അസത്യമാണെന്ന് പറയാൻ കഴിയും? ഇത്രയൊരു സാമൂഹ്യ വിരുദ്ധനെ ഇവരൊക്കെ കൂടെ ന്യായീകരിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പറയുന്നവരൊക്കെ വീട്ടിൽ ഇവനെ കൊണ്ടുപോയി താമസിപ്പിക്കും ഒരു ദിവസമെങ്കിലും. ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ വിശ്വാസം. അപ്പോൾ ജയശ്രീ എന്നൊരു പ്രേക്ഷക കൂടി നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ജയശ്രീ, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? മണക്കാട്. മണക്കാട് നമുക്ക് അറിയാവുന്ന സ്ഥലമാണ്, ഇവിടെ അടുത്താണ്. അപ്പോൾ ശ്രീമതി ജയശ്രീ, എന്താണ് ഈ സ്ത്രീകളായിട്ടൊക്കെ ശ്രീമതി ജയശ്രീ സംസാരിക്കുന്നുണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ ഒരു കാര്യം കേരളത്തിലൊക്കെ ഇങ്ങനെ കേൾക്കുന്ന ഒരു MLA-ക്കെതിരെയാണ് വരുന്നത്. നേരത്തെ MLA-മാരൊക്കെ പ്രതികളാണ്. എന്നാലും ഞാൻ പറയുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് മണക്കാടുള്ള സ്ത്രീകളോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രീമതി ജയശ്രീക്ക് തോന്നുന്നത്? ഇപ്പം സ്ത്രീകളുടെ പ്രശ്നമൊന്നുമല്ല. സ്ത്രീകളെ ഒരാളും ഇപ്പൊ അങ്ങോട്ട് ചെന്ന് ആരും പീഡിപ്പിക്കത്തില്ല സ്ത്രീകളെ. അപ്പൊ ഇതിലെ ഏറ്റവും തെറ്റുകാർ സ്ത്രീകൾ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ സ്ത്രീകളിലാണ് 99% തെറ്റും. എന്നിട്ട് അത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പോഴാണ് അത് മറ്റുള്ളവരുടെ മേലിലോട്ട് അത് ചാരുന്നത്.
അതുകൊണ്ട് ഒരു സ്ത്രീ ഒരു പുരുഷന്റെ മേലിൽ കേസ് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു അന്വേഷണം ഇല്ലാതെ അദ്ദേഹത്തെ ക്രൂസിലേറ്റാൻ പാടില്ല എന്നാണ്. ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളുമല്ല, ഒന്നുമല്ല, എനിക്ക് ഒന്നും അറിയില്ല. കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാരാണെങ്കിൽ മാത്രമേ ശിക്ഷിക്കാവൂ, അല്ലാതെ ആളുകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകരുന്നു. എനിക്ക് ഒരു പുരുഷന്റെ മേലിൽ കൊണ്ട് ഒരു കേസ് കൊടുത്താൽ ഒരു അന്വേഷണമില്ല ആ പുരുഷനെ പിടിച്ച് ജയിലിലിടുന്ന സിസ്റ്റമാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അത് നമ്മുടെ സ്ത്രീകളുടെ നേരെ അക്രമം കൂടിയപ്പോൾ അത് അവരെ സംരക്ഷിക്കുക എന്ന തരത്തിൽ ഉണ്ടാക്കിയ ഒരു നിയമമാണ്. പക്ഷെ ദുർവിനിയോഗം ചെയ്യുന്നതാണ് താങ്കളുടെ അഭിപ്രായം. അതിനല്ലേ നമ്മുടെ നിയമം, അതിന് നമുക്ക് നിയമം ഉള്ളത്, അത് അന്വേഷിക്കട്ടെ. അല്ലാതെ ഒരു സ്ത്രീ കൊണ്ടൊന്നും ആരുടെ വീട്ടിൽ കയറി ആരും പീഡിപ്പിക്കാൻ ചെല്ലത്തില്ല. ഒരു സ്ത്രീയെ ഒരു പുരുഷനെ ഒരു വീട്ടില് ഒരു സ്ത്രീയുടെ സമ്മതം ഇല്ലാതെ ആരും പീഡിപ്പിക്കാൻ ചെല്ലത്തില്ല. അപ്പൊ ഒരു സ്ത്രീയുടെ പരാതി വന്നതിന് ശേഷം അന്വേഷണം ഇല്ലാതെ ഒരിക്കലും ആരുടെയും പേരിൽ ഒരു പുരുഷനായാലും സ്ത്രീ ആയാലും രണ്ടുപേരുടെ പക്ഷത്തും കേസെടുക്കാൻ പാടില്ല. നിയമപരമായി അന്വേഷിച്ച് അതിന്റെ ഇത് കണ്ടെത്തട്ടെ. അതിനെല്ലാം നമുക്ക് നിയമ സംവിധാനങ്ങളും ഉള്ളത്. അപ്പൊ ശ്രീമതി ജയശ്രീ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളാണ്? അത് വീട്ടമ്മയാണോ? ഞാൻ വീട്ടമ്മയാണ്. അപ്പൊ ഈ പരാതിക്കാരിയായ സ്ത്രീയെയും കൂടി തീർച്ചയായിട്ടും വിശദമായിട്ട് ചോദ്യം ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല, എനിക്ക് ആരോടും വ്യക്തിപരമായിട്ട് താല്പര്യവും ഇല്ല. പക്ഷെ ഇത് തന്നെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട്. സ്ത്രീകള് പുരുഷന്മാരുടെ മേലില് അനാവശ്യമായിട്ട് കേസ് കൊടുക്കും. അത് അന്വേഷിക്കട്ടെ. അന്വേഷിച്ച് അദ്ദേഹം കുറ്റക്കാരനാണ്, തീർച്ചയായും അങ്ങനെ അദ്ദേഹത്തെ ശിക്ഷിക്കണം തന്നെയാണ് ഞാനും പറയുന്നത്. അല്ലാതെ ഇപ്പൊ വെറുതെ ഇരിക്കുന്ന ഞാൻ ഒരാളുടെ പേരിൽ, ഞാൻ താങ്കളുടെ പേരിൽ കൊണ്ടുവന്ന ഒരു കേസ് കൊടുത്താല് അത് അന്വേഷിക്കാതെ താങ്കളെ പിടിച്ച് ജയിലിലിടുവോ അല്ല താങ്കൾ ഒരു പദവിയിലിരിക്കുമ്പോൾ താങ്കളെ അതിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുവോ ഒന്നും അല്ല ചെയ്യേണ്ടത്. അന്വേഷിക്കട്ടെ. അങ്ങനെ ഒരു നിയമമായി പോയി നമ്മുടെ കേരളത്തില്. അതിന് മാറ്റം വരണം. ശരി, വ്യക്തമാണ്. അപ്പോൾ കൃത്യമാണ്. അപ്പോൾ സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ദിവസം വിശദമായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ ജയശ്രീ എന്നൊരു വീട്ടമ്മയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഷിജു എന്നോട് പറയുന്നത് സതീശൻ സാർ വാസ് റൈറ്റ് അബൌട്ട് രാഹുൽ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സെബാസ്റ്റ്യന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഷിജു നമ്മുടെ ജയശ്രീക്ക് കുറേ പിന്തുണയൊക്കെ നൽകുന്നുണ്ട്. തീയില്ലാതെ പുകയില്ലാവില്ല എന്നൊക്കെയാണ് പറയുന്നത്. അക്വേറിയസ് പറയുന്നത് ചില വിദേശ രാജ്യങ്ങളിൽ അധികാരത്തിലിരിക്കുന്ന സ്ത്രീകൾ പുരുഷന്മാരെ പ്രഷർ ചെലുത്തി പിന്നീട് അവർ കേസ് കൊടുക്കാൻ അവകാശമുണ്ട്. ആ നിയമം ഇവിടെയും വേണം എന്നാണ്. ബന്ധത്തിലായാൽ അപ്പോൾ പ്രഷർ ചെലുത്തി ബന്ധത്തിലായാൽ അവർക്കെതിരെ കേസ് കൊടുക്കാൻ അവകാശമുണ്ട് ചില വിദേശ രാജ്യം, അത് ഇവിടെയും വേണമെന്നാണ് അക്വേറിയസ് പറയുന്നത്. ഏതായാലും സമയം ഇങ്ങനെ അതിക്രമിക്കുകയാണ്. അപ്പോൾ സെബാസ്റ്റ്യൻ പറയുന്നത് ഇവനെ പുണ്യാളനാക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അപ്പോൾ എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം MG രേണുക ചേരും. ഓക്കെ, ഗുഡ് ബൈ.